മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പെട്ടെന്ന് തിരികെ വന്ന് ഇത് പറയുവാൻ സാധിക്കുമെന്ന് ഞാനും ഓർത്തില്ല. എന്നാൽ കർത്താവ് നൽകി തന്ന വലിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷമാണല്ലോ നമ്മളിപ്പോൾ പഠിക്കുന്നത്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 13, 13ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് വലിയൊരു ചാപ്റ്ററാണ്. എന്നാൽ പെട്ടെന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഉപമകളെക്കുറിച്ചാണ് കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഉപമ, പാരബിൾസ് ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ, അതായിരിക്കും ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. 8 ഉപമകൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പെട്ടെന്ന് പോകാനും ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നവംബർ ഡിസംബർ ടൈമിൽ ജീവിതത്തിൽ നടന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെയെല്ലാം ഞാൻ സൂമിൽ വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു സാക്ഷ്യം. ഈ പ്രാവശ്യം നിങ്ങൾ പലരെയും എനിക്ക് അറിയിക്കാൻ പറ്റി, പലരെ അറിയിക്കാൻ പറ്റിയില്ല. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ല എങ്കിൽ അത് നന്ദികേടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ടെസ്റ്റിമണീസ് ഒന്നും അധികം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വചനം മാത്രം പ്രഘോഷിപ്പാനാണ് എൻ്റെ ഫോക്കസ്. എങ്കിലും sometimes it is very important that the body of Christ knows what the Lord can do in each of our personal lives. അതിനുവേണ്ടി ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ ടെസ്റ്റിമണി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പങ്കുവെച്ചപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് എഴുതി, ഇനിയും ടിൽ ദ ലോർഡ് എനേബിൾസ് വി വിൽ നോട്ട് ബി ഏബിൾ ടു മീറ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പോൾ ഒരുപാട് പേര് എന്നെ റീച്ച് ഔട്ട് ചെയ്ത്. എന്താണ് കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്തൊരു കാരണം, ഒറ്റ കാരണമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ CMC വെല്ലൂരിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് എൻ്റെ തൈറോയിഡിലൊരു ഡയഗ്നോസിസ് ഉണ്ടായി. ആ തൈറോയിഡിലെ നോഡ്യൂൾസ് കാരണം എൻ്റെ ട്രാക്കിയ, ശ്വാസകോശത്തെ അത് മുറുകെ അത് കംപ്രസ് ചെയ്ത് വളരെ നാരോ ട്രാക്കിയായി മാറി. അങ്ങനെ ഒരു ഡയഗ്നോസിസ് വന്നതുകൊണ്ട് ടോട്ടൽ തൈറോയിഡോക്ടമി, അതായത് ആ തൈറോയിഡ് മുഴുവൻ റിമൂവ് ചെയ്യണം. അതിനൊരു മേജർ സർജറിയാണ്. ആ സർജറി ചെയ്തേ ഒക്കൂ. അത് ആ സമയത്ത് എനിക്ക് ചെയ്യാനൊക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ കോൺസേർട്ടിനും കൺവെൻഷനും വേണ്ടി വെല്ലൂർ പോകുന്നു. വെല്ലൂരിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരികെ വരാം, ഇപ്പം ചെയ്യാനൊക്കത്തില്ല, കാരണം എനിക്ക് മീറ്റിംഗ്സ് ഉണ്ട്. ഒരു ശകലം ബ്രേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ തിരികെ വെല്ലൂർ വരാം. അപ്പോൾ ഇവിടുത്തെ തിരുവല്ലയിലെ ഹോസ്പിറ്റലിലെ ഡയഗ്നോസിസ് റിപ്പോർട്ട്സ് എല്ലാം അവിടെ കൊടുത്തു. അവിടുത്തെ മെയിൻ എൻഡോക്രൈൻ സർജൻ അദ്ദേഹം തന്നെ അദ്ദേഹം ഒരു സെബാറ്റിക്കലിലാണ്. അദ്ദേഹം തന്നെ വന്നത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആളിനെയും കിട്ടി. എല്ലാം പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ഞാൻ ആ സർജറിക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ എൻ്റെ അങ്ങേ ആഴ്ച പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തത്, ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ വിൽ ബി ഔട്ട്. കാരണം അതിന് കോംപ്ലിക്കേഷൻസ് വരാം, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ്, വോക്കൽ നെർവ്സിൻ്റെ ഇഷ്യൂസ് കാരണം ഒരു 1-2 മാസത്തേക്ക് അധികം സംസാരിക്കാൻ സാധിച്ചു എന്ന് വരത്തില്ല, പാടാൻ കഴിയുമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില അൺസർട്ടനിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയിച്ചു. എന്നാൽ വീണ്ടും ദൈവം കഴിഞ്ഞ നവംബർ പോലെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിലും കർത്താവ് ചെയ്തു. പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സ്നേഹിതരെല്ലാം, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ഒരൊറ്റ പ്രാർത്ഥന, എല്ലാവരും ഒരുപോലാണ് ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചത്, കർത്താവെ കത്തി തൊടാൻ ഇടയാക്കരുത്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് അങ്ങനൊരു പ്രാർത്ഥിക്കാൻ ദൈവമക്കൾക്ക് തോന്നിയതിൻ്റെ കാരണം പ്രത്യേകിച്ച് ഈ ശബ്ദമാണല്ലോ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ മെയിൻലി ഉപയോഗിക്കുന്നത്. അപ്പം എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം വെല്ലൂർ ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഞാൻ വെല്ലൂർ വരുമ്പോൾ എനിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവസാനത്തെ പാട്ട് പാടുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ശബ്ദത്തിൽ പാടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ആട്ടെ, അതെന്തെങ്കിലും ആട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ടും ദൈവ ഇഷ്ടം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ നിൻ്റെ ഹിതമെങ്കിൽ ഇത് സംഭവിക്കണം. അപ്പം എനിക്ക് ആശങ്കകളൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ശബ്ദവുമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് ഒരു ശകലം ഉണ്ടല്ലോ, നമ്മുടെ എല്ലാം ജോലി അതെല്ലാം നിൽക്കുന്നത്, പാട്ട് അതെല്ലാം നിൽക്കുന്നത്, പ്രസംഗം അതെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ നവംബറിൽ പോയി എൻ്റെ ഹാർട്ടിൻ്റെ ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടെൻഷൻസ് ഒന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്കൊരു ശകലം ആശങ്കകൾ. എന്നാൽ എല്ലാവരും പ്രാർത്ഥിച്ചുറപ്പിച്ചു. എൻ്റെ സ്നേഹിതൻ ഡോക്ടർ അജു, അദ്ദേഹം അങ്ങനെ വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അവിടെ ഒന്നും കാണത്തില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു.
ആട്ടെ, എന്തിരുന്നാലും അവിടെ പോയി ഇങ്ങനെ ആഹ് എല്ലാം എനിക്ക് ക്ലിയറൻസ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഡേ ടെസ്റ്റ് കഴിഞ്ഞു. സെക്കൻഡ് ഡേ ലാസ്റ്റ് ക്ലിയറൻസ് എന്ന് പറയുന്ന PAC എന്ന് പറയും, അനസ്തീഷ്യയുടെ ക്ലിയറൻസ് ലാസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു, അനസ്തീഷ്യ എനിക്ക് ക്ലിയറൻസ് തന്നു. അപ്പോൾ സർജറി, നൗ ഐ എം സ്കെഡ്യൂൾ ഫോർ സർജറി. അപ്പോൾ സർജറിക്ക് വേണ്ടി ഞാൻ തിങ്കളാഴ്ച പോകാൻ വേണ്ടി വെല്ലൂരിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ, എൻ്റെ സിസ്റ്റർ വെല്ലൂരിലുണ്ട്, എൻ്റെ ബ്രദർ ലോ വെല്ലൂരുണ്ട്, അവരുടെ കൂടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടും കരുതുന്നതുകൊണ്ടും ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവം ഒരു അത്ഭുതം ചെയ്യണമെന്ന്, അപ്പം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സീറ്റിയും കൂടെ എടുത്തുകൂടെ? അപ്പം എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, എടാ ദാറ്റ്സ് നോട്ട് ഹൗ തിങ്സ് ആർ ഡൺ, നീ അത് മനസ്സിലാക്കണം, ഇതിലൊരു പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഓരോന്ന് കഴിഞ്ഞു. നൗ യു ഹാവ് ബിൻ സ്കെഡ്യൂൾ ഫോർ സർജറി. അപ്പം സർജറിക്ക് സ്കെഡ്യൂൾഡ് ആയ ആള് ഇനി അങ്ങനത്തെ ഒരു യു കാൺ ഗോ ബാക്ക് ഇൻ ടു, അതിന്റെ പ്രോട്ടോകോൾ അങ്ങനെ അല്ല, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഇനിയിപ്പോൾ CT ഇല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാവോ? കാരണം എക്സ്റേയിലാണല്ലോ നമ്മൾ കംപ്രഷൻ കണ്ടുപിടിച്ചത്, ഒരു എക്സ്റേ എങ്കിലും എടുക്കുക. ഹൗ മച്ച് ഡസ്, നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് അങ്ങ് ഒരു എക്സ്റേ എടുക്കാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ പ്രാർത്ഥിച്ചത്, വൈ ഡിഡ് വി പ്രേ? ദൈവത്തിന്റെ ഹിതം എന്തും ആയിക്കോളട്ടെ, ബട്ട് സർജറി അവോയ്ഡ് ചെയ്യണോ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും, സ്കെഡ്യൂൾ ഫോർ സർജറിക്ക് മുമ്പ് നമ്മൾ ഒന്നും ചെക്കും ചെയ്യുന്നില്ല. അപ്പൊ അതെങ്ങനെ, ഹൗ ഡസ് ഇറ്റ് വർക്ക്? അപ്പോൾ എൻ്റെ ഒരു 10 ടൈംസ് എൻ്റെ ഫൈനൽ അനസ്തീഷ്യ ക്ലിയറൻസ് കിട്ടിയിട്ട് ഞാൻ സാറ്റർഡേ ഉച്ചയ്ക്ക് കാറിലേക്ക് നടക്കുമ്പോൾ ഞാനൊരു 10 പ്രാവശ്യം എൻ്റെ പെങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പെങ്ങളാണെങ്കിൽ വളരെ ശാന്ത, എന്നെ പോലെ അധികം സംസാരിക്കുന്നില്ല, ഷീസ് വെരി കാം. അപ്പം എന്നോട് ഞാൻ ചോദിക്കുന്നവരൊന്നും എന്നോട് പറഞ്ഞടാ അങ്ങനെ അല്ല അത്. പിന്നെ വണ്ടിക്കകത്ത് കയറി, അപ്പോൾ എല്ലാവർക്കും, സാറയുടെ ഫ്രണ്ട്സിനെല്ലാം മെസ്സേജ് ചെയ്ത് പറഞ്ഞു, വി ആർ സ്കെഡ്യൂൾ ഫോർ സർജറി. ഐ ഗെസ് ദാറ്റ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്, വി ഹാവ് നത്തിങ് എൽസ് ടു നൗ, വി ജസ്റ്റ് നീഡ് ടു പ്രേ ദാറ്റ് ഗോഡ് വിൽ ഗിവ് ഗ്രേസ് ടു ദ സർജൻസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ച് ഞങ്ങൾ CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് ബാഗായത്തിലേക്ക് വണ്ടി കയറി 10 മിനിറ്റ് എൻ്റെ പെങ്ങളാണ് ഓടിക്കുമ്പോൾ ഒരു അൺനോൺ നമ്പർ എൻ്റെ ഫോണിൽ വിളിക്കുക, ഒരു അൺനോൺ നമ്പർ. ഓക്കെ, ഞാൻ സാധാരണ നിങ്ങൾക്കറിയാം, എനിക്ക് കിട്ടുന്ന മെസ്സേജും കിട്ടുന്ന കോൾ പോലും ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുള്ള ആളല്ല, കാരണം എനിക്ക് പറ്റുന്നില്ല. അപ്പം അറിയാത്ത നമ്പർ ആണെങ്കിൽ ഞാൻ ഒരിക്കലും എടുക്കത്തില്ല, അതെൻ്റെ സ്വഭാവത്തിലുള്ളതേ അല്ല. എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ സർജറിക്ക് സ്കെഡ്യൂൾഡ് ആണെന്ന് എല്ലാവരും അറിഞ്ഞതുകൊണ്ട് അധികം പേരൊന്നും എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഫോൺ എടുത്തു, അൺനോൺ നമ്പർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സി ഐ എം ഡോക്ടർ കിഷോർ, യു ജസ്റ്റ് മെറ്റ് മീ അറ്റ് ദി അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റ്, ഐ ക്ലിയർഡ് യു ഫോർ ദ സർജറി, ബട്ട് ഐ ഹാഡ് ടു കംപ്ലീറ്റ് വൺ മോർ എക്സ്റേ, ഓൺലി ദെൻ കെൻ ഐ ക്ലിയർ യു എന്ന് പറഞ്ഞ് എന്നെ ഫോൺ. അപ്പം ഞാനിത് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം എൻ്റെ പെങ്ങൾ അവിടെ നിന്ന് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി നിനക്ക് എക്സ്റേ അങ്ങ് എടുക്കാനല്ല, അതങ്ങ് തീർക്ക്. അപ്പം ഞാനും സാറായും എൻ്റെ സിസ്റ്ററും കൂടെ മടങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എക്സ്റേ എടുക്കണം. അപ്പം എക്സ്റേ എടുത്തിട്ട് പുള്ളി ഒരു വാക്കൂടെ പറഞ്ഞു, എന്നെ ഒന്ന് കണ്ടിട്ട് ക്ലിയറൻസ് എടുത്തിട്ട് ക്ലിയറൻസ് തന്നിട്ടുണ്ട്, ബട്ട് ജസ്റ്റ് കം ആൻഡ് സീ മീ. അതോടെ ആ ഉച്ചയ്ക്കത്തെ അദ്ദേഹത്തിൻ്റെ ഇത് ക്ലിനിക്ക് സ്റ്റോപ്പ് ചെയ്യുക, കഴിഞ്ഞു ഉച്ചയ്ക്ക്. പിന്നെ മൺഡേ ഐ ഗോ ഫോർ സർജറി. അദ്ദേഹം അതിനകത്തോട്ട് ഞാൻ കയറി കഴിഞ്ഞപ്പോൾ, അദ്ദേഹം അനസ്തെറ്റിസ്റ്റ് ആണ്, അദ്ദേഹത്തിന് ഇതിനകത്ത് റോളൊന്നുമില്ല. ഹിസ് ഓൺലി ജോബ് ഇസ് ടു ക്ലിയർ മീ ഫോർ അനസ്തെറ്റിക്കിൻ്റെ ഭാഗമായിട്ട് ടു ക്ലിയർ മീ. അദ്ദേഹം ഈ എക്സ്റേ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര ചിരി. ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്കത് പിന്നീടൊന്ന് കാണാൻ വേണ്ടി കാരണം എന്തോ അകത്തൊരു ഭയങ്കര എക്സ്പെക്റ്റേഷൻ. അപ്പം അദ്ദേഹം ഈ എക്സ്റേ നോക്കിയിട്ട് എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കുക, എന്തിനാ സർജറി ചെയ്യുന്നതെന്ന്. അപ്പം സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ നോഡ്യൂൾസ് ഉണ്ട്, അത് ട്രാക്കിൽ ഹെവി കംപ്രഷൻ അറിയാമല്ലോ. അപ്പം എന്നിട്ട് എൻ്റെ സിസ്റ്റർ തന്നെ പറഞ്ഞു, ഹീസ് ബിൻ വെയിറ്റിംഗ് ടു ഗെറ്റ് വൺ ഓഫ് ദീസ് തിങ്സ് ഡൺ ബിഫോർ ദ സർജറി എന്ന് എൻ്റെ പെങ്ങൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ ഈ റിയാക്ഷൻ, ഡോക്ടറിൻ്റെ റിയാക്ഷനും പെങ്ങളുടെ റിയാക്ഷനും എല്ലാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്, കാരണം അങ്ങനെ ഒരു ഫെയ്ത്ത് ഉള്ള ഒരാൾ ഒന്നും ആണെന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഞാൻ ആ എക്സ്റേ ഒന്ന് കാണിക്കാം. ഇത് 2025 സെപ്റ്റംബറിൽ നിങ്ങൾ കണ്ടോ, എൻ്റെ ട്രാക്കിയൽ കംപ്രഷൻ കണ്ടോ? ഇത്രയേ ഉള്ളൂ, എൻ്റെ ആ ട്രാക്കിയയുടെ അവിടെ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതാണ് അദ്ദേഹം എടുത്ത ഫെബ്രുവരി 26 എക്സ്റേ കേട്ടോ. അദ്ദേഹം പറയാ, എവിടാ കംപ്രഷൻ? എന്നോട് ചോദിക്കുക, എവിടാ കംപ്രഷൻ? ദിസ് ഇസ് നോട്ട് ഹിസ് സ്പേസ്, ഹീ കനോട്ട് ഡിസൈഡ്, ഇറ്റ് ഇസ് നോട്ട് ഹിസ് ജോബ് ടു കോമെന്റ് ഓൺ ഇറ്റ്. അദ്ദേഹം പറഞ്ഞു, എവിടാ കംപ്രഷൻ? അന്ന് വൈകിട്ട് എൻ്റെ അളിയൻ ഈ സർജൻ ഹെഡ് HODക്ക് ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പുറത്താണ്, സർജറിക്ക് വേണ്ടി വരിക. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിട്ട് നോക്കാം. അപ്പോൾ സൺഡേ അദ്ദേഹം തന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിൽ വരാം. അപ്പം ക്ലിനിക്കില്ല, അളിയനും ചേച്ചിയും ക്യാമ്പസിനകത്ത്. അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക,
ഡു യു വോണ്ട് ടു ഡു സർജറി? ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് വോണ്ട് ടു ഡു എനി സർജറി. പുള്ളി പറഞ്ഞു എന്നാ വീട്ടിൽ പൊക്കോളാൻ. അപ്പം എൻ്റെ ജീവിതത്തിൽ, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കർത്താവെ ഈ അടുത്ത മാസം എനിക്ക് ലുധിയാനയിലും ഹിമാചലിലും പഞ്ചാബിലും മിഷൻ ട്രിപ്പും ഞങ്ങളുടെ സഹോദരന്മാരോടെ പോകാനുണ്ട്. കുറച്ച് യൗവനക്കാർ ഡോക്ടേഴ്സിനോട് എനിക്ക് സുവിശേഷം പറയേണ്ടതുണ്ട്. എൻ്റെ വലിയ ആഗ്രഹം ഇത് ക്യാൻസൽ ആകുമോ എന്ന് എൻ്റെ ഉള്ളിൽ അങ്ങ് കാരണം എല്ലാവരും പറഞ്ഞു ഇതിനകത്ത് ഇൻഫെക്ഷൻ വരും, പോകരുത്. ഇത് എൻ്റെ ഉള്ളിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു പോകണമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഈ കപ്പലയിൽ കൊടുങ്കാറ്റടിച്ചപ്പോഴേ എല്ലാവരും ഭയന്നു, ജീവൻ പോകുമോ എന്നുള്ളത് ഭയന്നു. അപ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ഉടയവൻ, അവൻ്റെ ദൂതൻ എന്നോട് വന്ന് പറഞ്ഞു, പൗലോസേ നീ കൈസറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാ എന്ന് പറഞ്ഞാൽ, കൈസറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വരെ ഒരൊറ്റ ഈശാന മൂലന് പോലും നിന്നെ തൊടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് വന്ന വലിയ ഉറപ്പെന്നറിയും. ഇപ്പം എപ്പോഴും ദൈവം ഇങ്ങനെയാണോ ഉത്തരം നൽകുന്നത്? അല്ല, ദിസ് ഇസ് നോട്ട് ഹൗ യു ഓൾവേസ് ആൻസേഴ്സ്. പക്ഷേ എനിക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ഉറപ്പെന്നാണെന്നറിയോ? നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന അവസാനത്തെ അസൈൻമെന്റ് തീർക്കുന്നത് വരെ ലോകത്തിനൊരു ശക്തിക്കും നമ്മളെ തൊടാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ട് പൗലോസ് ചിലപ്പോൾ ഒരു ദിവസം മരണം അടഞ്ഞിരിക്കും, അപ്പോഴത്തേക്ക് അസൈൻമെന്റ് തീർന്നിരിക്കും. പക്ഷെ അസൈൻമെന്റ് തീരുന്നത് വരെ നാച്ചുറൽ കലാമിറ്റി ഓർ സിക്നസ് ഓർ ഡിസീസ് നത്തിങ് ക്യാൻ ടച്ച് എ ചൈൽഡ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ കരുണയുടെ വലുപ്പം എത്ര വലുത്! ഞാൻ പിന്നെയും പറയും, എൻ്റെ വിശ്വാസത്തിന്റെ വലുപ്പമല്ല. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി ഇത്രയും സ്നേഹം ആളുകളുടെ നിന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിനൊന്നും അർഹനല്ല ഞാൻ. ഇത്രയും സ്നേഹം. എൻ്റെ ഈ റിപ്പോർട്ട് കേട്ട് കരയുന്നത് ബാക്കിയുള്ള അങ്കിളുമാരും ആൻറ്റിമാരും അല്ല, ഞാനല്ല. ഞാൻ സ്റ്റിൽ സ്മൈലിങ്. പക്ഷേ ഇതിനെ ഓർത്ത് സന്തോഷിക്കുകയും കരയുകയും ചെയ്യുന്നത് ചുറ്റുമുള്ള ആളുകൾ. എനിക്ക് അത്രയും സ്നേഹമൊന്നും കിട്ടാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ വലുപ്പം എത്ര ആണെന്നുള്ളത്. അപ്പം അതിൻ്റെ അടിയിൽ കാണുന്ന പിക്ചർ, അപ്പം സർജറിക്ക് പോയ ആൾ, ഞാൻ പിന്നെ അവിടെ ഡോക്ടേഴ്സിന് വേണ്ടി മീറ്റിംഗ് എടുക്കുക. അവിടെ മീറ്റിംഗ് ഒക്കെ എടുത്ത് വളരെ നല്ലൊരു ടൈം ഞങ്ങൾക്ക് അവിടെ PG പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് അവിടെ ഒരു സെഷനൊക്കെ എടുത്ത്, പിറ്റേ ദിവസം ഫാസ്റ്റിങ്ങിൽ ഞാൻ അഡ്മിറ്റ് ആകേണ്ട ദിവസം ഞാനും സാറായും പോയി ഒരു മസാല ദോശയും കോഫിയും കഴിച്ചേച്ച് ട്രെയിനിൽ കയറി അഡ്മിറ്റ് ആകേണ്ട ദിവസം തിരിച്ച് ഓഫീസിലെത്തി. ഇതാണ് എൻ്റെ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന കാര്യം. അതുകൊണ്ട് എനിക്ക് ദൈവം ബോണസായിട്ട് കുറച്ച് മാസങ്ങൾ എക്സ്ട്രാ തന്നു, എനിക്ക് ബോണസായിട്ട് കുറച്ച് ടൈം തന്നു. ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ ഒറ്റ റെസ്പോൺസ് എനിക്കുള്ളൂ, ഉള്ള ശ്വാസം അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി ഓടണം. ഇത് കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, 5 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അങ്ങനൊന്നുമല്ല. ഇപ്പം കർത്താവ് തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി മുഴുവനായിട്ട് ജീവിക്കുവാൻ ഒരു പ്രാവശ്യം കൂടെ തീരുമാനം എടുക്കാൻ കർത്താവ് ഒരു അവസരം കൂടെ തന്നു. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കല്ലാതെ വേറെ ഒന്നും പറയാനില്ല. മൈ ലൈഫ് ബിലോങ്സ് ടു ഹിം, മൈ എവറിത്തിങ് ബിലോങ്സ് ടു ഹിം. അതുകൊണ്ട് കടം ലഭിക്കുന്ന ഈ ആയുസ് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് പാരബിൾസിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപാട് ഉപമകൾ കർത്താവ് പറയുന്ന ഈ ഭാഗത്ത്. വെരി ലോങ് സെഷൻ ആകട്ടോ, 58 വാക്യമുണ്ട്. പക്ഷെ ഞാൻ വളരെ സ്പീഡിൽ അങ്ങ് പോകും, കാരണം ദൈവമക്കൾക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് പോകാം. പ്രത്യേകിച്ച് നമ്മുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ മാത്യു 13:1-9 അവിടെ എഴുതിയിരിക്കുന്നത്, അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെ ഇരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിൽ ഇരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയമെന്ന് പറയുന്ന ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ്. എപ്പോൾ പ്രസംഗിച്ചാലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ എല്ലാം ദൈവരാജ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യഹൂദ ജനം, ഇസ്രായേൽ ജനം, ദേ സെപ്പറേറ്റഡ് ദ ഫ്രൂട്ട് ഫ്രം ദ ട്രീ. അതായത് യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് വന്ന അത്ഭുതങ്ങളെല്ലാം അവർ അനുഭവിച്ചു, അല്ലേ? അത്ഭുതങ്ങളെല്ലാം അവരൊരിക്കൽ പോലും ഇവൻ അത്ഭുതം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവൻ ഭൂതങ്ങളെ പുറത്താക്കി, പക്ഷെ എന്താ പറഞ്ഞേ? അവൻ ബേൽസബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, അല്ലേ? കർത്താവ് ചെയ്ത ഒരത്ഭുതം പോലും അവര് നിരസിച്ചില്ല. ബട്ട്
വാട്ട് ദേ ഡിനൈഡ് വാസ് ഹിസ് മെസായഷിപ്പ്, അല്ലേ? യേശുക്രിസ്തുവിന്റെ രാജ്യത്വം അല്ലെങ്കിൽ ദ കിങ്ഷിപ്പ്, ദ ലോർഡ്ഷിപ്പ് അവർ അവഗണിച്ചെങ്കിലും അവന്റെ കൈയുടെ പ്രവൃത്തികളൊന്നും അവർക്ക് ഒന്നും അതിനെ തിരസ്കരിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഇന്നും പലരുടെയും വിഷയം ഇതാ. They want to receive what he has to offer from his hand, but they will not accept him as Lord. അവന്റെ കർത്തൃത്വം ജീവിതത്തിന്റെ മേൽ അംഗീകരിക്കാൻ പ്രയാസം, പക്ഷെങ്കിൽ അവന്റെ കൈയുടെ പ്രവൃത്തികൾ അവർ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിപ്പോയത്. ആൻഡ് ഹെൻസ് അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യേശുക്രിസ്തു വന്നത് ഒരു ഐഹികമായ ഒരു earthly kingdom എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വന്നതല്ല. കാരണം ഇസ്രായേൽ മക്കൾ അത് വിശ്വസിച്ചില്ല. ഹി വിൽ കം അഗൈൻ, രണ്ടാമതൊന്ന് വരും, അന്ന് താൻ തൻ്റെ രാജ്യത്വത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം പീരീഡ് ഉണ്ട്. കർത്താവ് ആദ്യം വന്നതും കർത്താവ് രണ്ടാമത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഇന്ററിം ടൈം പീരീഡ് ഉണ്ട്. ആ സമയത്ത് ദൈവരാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 8 ഉപമകൾ നമ്മൾ പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം എല്ലാവരും വന്ന് ശിഷ്യന്മാരുൾപ്പെടെ ആദ്യം ഓർത്ത തന്നെ കർത്താവ് തൻ്റെ രാജ്യത്വത്തെ സ്ഥാപിക്കും. എന്നാൽ ക്രൂശിൽ വെച്ച കിടന്ന കള്ളൻ ഒരു കാര്യം മനസ്സിലായി, കർത്താവെ നിന്റെ രാജ്യത്വത്തിൽ നീ വരുമ്പോൾ. അപ്പോൾ there is a difference. ആദ്യം വന്നപ്പോൾ അവൻ വന്നത് രാജ്യം സ്ഥാപിക്കാനാ, പക്ഷെ ആ രാജ്യം എവിടാ സ്ഥാപിച്ചത്? എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചു. സോ ഇറ്റ് ഈസ് നോട്ട് എൻ earthly kingdom but a spiritual kingdom. അതുകൊണ്ടാണ് പീലാത്തോസിനോട് യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യത്വം ഐഹികമല്ല, മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. പക്ഷെ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ. ആ രാജ്യത്വം അവൻ സ്ഥാപിച്ചു. എന്നാൽ അവൻ രണ്ടാമതൊന്ന് വരും. രണ്ടാമത് വരുമ്പോൾ ഈ ലോകത്തിൽ താൻ തന്നെ ഈ ലോകത്തിൻ്റെ രാജാവായി വാഴും. ദ വിസിബിൾ കിങ്ഡം. ഇതിൻ്റെ ഇടയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവരാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ 8 ഉപമകൾ, ഈ 8 ഉപമകളായിരിക്കും നമ്മൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഉപമകൾ? വൈ പാരബിൾസ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർക്കാൻ എളുപ്പമാണ്. എൻ്റെ ബൈബിൾ സ്റ്റഡിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും പലപ്പോഴും ബൈബിൾ സ്റ്റഡി മറന്നു പോകും. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ എല്ലാവരും ഓർക്കും, അല്ലേ? അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ പേര് ലോകത്തിൽ എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവരും ചോദിക്കും, കാണുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട് നീൽ, അന്ന് അത് പറഞ്ഞില്ലേ എന്നൊക്കെ. അതിൻ്റെ കാരണം എന്നാ? ഉപമ ഓർക്കാൻ എളുപ്പമാണ്. ഇറ്റ്സ് ഓൾവേസ് ഈസി ടു റിമെമ്പർ പാരബിൾസ്. 2, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആഴമേറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരണമെങ്കിൽ ഉപമകൾ വളരെ വളരെ എളുപ്പമാണ്. 3, ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ഉപമകൾ ഉപയോഗിക്കുന്നത്. 2 കാര്യങ്ങളല്ല, ഒരു ട്രൂത്ത്, ഒരു പ്രിൻസിപ്പിൾ, അതാണ്. 4, ആത്മീയമായ സത്യം ഭൗമികമായ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ ആത്മീയമായ സത്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പിതാക്കന്മാർ, നിങ്ങൾ മക്കൾ അപ്പം ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാ? അപ്പോൾ മനുഷ്യരായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ദൈവം ആത്മീയമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ജീസസ് യൂസ്ഡ് പാരബിൾസ്. എപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നും കർത്താവ് അങ്ങനെ തന്നെ നമ്മോട് സംസാരിക്കുന്നു. 1-ാമത്തെ ഉപമ, ദ പാരബിൾ ഓഫ് ദ സോവർ. നമുക്ക് വായിക്കാം. 10-ാം, അവൻ അവരോട് പലതും ഉപമകളായി, 3-ാമത്തെ വാക്യം പ്രസ്താവിച്ചെന്നാൽ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് തിന്നുകളഞ്ഞു. ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ 4 സ്ഥലത്ത് വീണ വിത്തുകളെ കുറിച്ച് കർത്താവ് പറയാം. 1 വഴിയരികിൽ, 2 പാറമേൽ, 3 മുള്ളിനിടയിൽ, 4 നല്ല സ്ഥലത്ത്. വഴിയരികെ വീണ വിത്ത്, അതിനെക്കുറിച്ച് ഞാൻ ഇനിയും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കർത്താവ് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിനും വളരാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ വിത്ത് വീഴുന്നു, ഹാർഡൻഡ് പ്ലേസ്. 2 പാറമേൽ വീഴുന്നു. പാറമേൽ വീഴുന്നതിൻ്റെ കാരണം എന്നാ? ഷാലോ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്.
3, മുള്ളിനിടയിൽ വീഴുന്നു, അതുകൊണ്ട് അതിനെ ഞെരുക്കിക്കളയുന്നു. അവസാനം നല്ല നിലത്ത് വീഴുന്നു, 30, 60, 100 മേനി കായ്ക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഉപമകൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ there are two reasons. One is to conceal and the other one is to reveal. ചിലത് മറഞ്ഞിരുപ്പാനും ചിലത് ആളുകൾ കേൾക്കുവാൻ വേണ്ടിയാണ് ഉപമകളിൽ പറയുന്നത്. അതായത് കർത്താവ് തന്നെ പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഉപമകളായി കർത്താവ് പറയുമ്പോൾ ഒരു കൂട്ടർക്ക് മനസ്സിലാകുന്നു, ഒരു കൂട്ടർക്ക് അത് മനസ്സിലാകുന്നില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഉപമകൾ മനസ്സിലാകുന്നു, വിശ്വസിക്കാത്തവർക്ക് ഇത് മനസ്സിലാകുന്നേ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കർത്താവ് പറഞ്ഞു വരുമ്പോൾ കർത്താവ് അതിൻ്റെ സത്യങ്ങൾ പറയുന്നു. എന്താണ് ഈ ഉപമയുടെ സത്യം? 18-ാമത്തെ വാക്യം, എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വീണത്. അപ്പോൾ വഴിയരികെ വീണത് ഇസ് ദി അൺറെസ്പോൺസീവ് ഹിയറർ. വഴിയരികെ വീണത് സ്റ്റിഫ് നെക്ക്, കഠിന ഹൃദയം. ചിലയിടത്തൊക്കെ നമ്മൾ പോയി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേ അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം ഇത് എങ്ങും എത്തത്തില്ലെന്ന്, അല്ലേ? എങ്ങും എത്തത്തില്ല. ഹാർഡ് ആൻഡ് ഹാർട്ട്, ഫറവോന്റെ ഹൃദയം, ഹാർഡ് ആൻഡ് ഹാർട്ട്. ഞാൻ ഈയിടെ ഒരു മീം കണ്ടു. ഫറവോന്റെ ഡോക്ടർ വന്ന് ഫറവോനോട് ചോദിക്കുക, എല്ലാവരും പുള്ളി ട്രൈ ചെയ്തു, ഈ മെഡിക്കേഷൻ ആ മെഡിക്കേഷൻ, പുള്ളി ഇങ്ങനെ ദേഹത്ത് സോഴ്സുമായിട്ടൊക്കെ കട്ടിലേക്ക് കിടക്കുക. അപ്പോൾ അവസാനം ഡോക്ടർ പറയാ, ഹാവ് യു ട്രൈഡ് ലെറ്റിംഗ് ഗോഡ്സ് പീപ്പിൾ ഗോ? അതാണ് അവസാനത്തെ ചോദ്യം. ഹാവ് യു ട്രൈഡ് ദാറ്റ്? അത് ശ്രമിച്ചിട്ടുണ്ട്? ശ്രമിക്കത്തില്ല. അതിൻ്റെ കാരണം എന്നാ? കഠിന ഹൃദയം, ഹാർഡനിങ് ഓഫ് ദ ഹാർട്ട്. വളരെ ഡേഞ്ചറസ് പ്ലേസ് ടു ബി, ഹാർഡനിങ് ഓഫ് ദ ഹാർട്ട്. 7 പ്രാവശ്യം പറയുന്നു ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. 7 പ്രാവശ്യം പറയുന്നു ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. ഈ ഹാർഡനിങ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ, വെരി ഡേഞ്ചറസ് പ്ലേസ് ടു ബി. ഈ കൂട്ടരെ കുറിച്ചാണ് വെളിപ്പാടിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ആകാശത്തിൽ എഴുതി കാണിച്ചാലും ദൈവത്തിന് നേരെ മുഷ്ടി ചുരുട്ടുന്ന ഒരു കൂട്ടർ. The greatest miracle can happen in their life, but they will still not believe because of hardness. കഠിന ഹൃദയമുള്ള ആളുകൾ. പ്രിയമുള്ളവരെ, ഇത് വളരെ വളരെ കെയർഫുൾ ആകണം. ദൈവത്തിൻ്റെ സോവറിനിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിലും അനേകർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ഇങ്ങനെ പാപമൊക്കെ ചെയ്തിട്ട് അവസാന നിമിഷം ഞാൻ ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കുമോ? ക്ഷമിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ ചോദ്യം അതല്ല. അവസാന നിമിഷം ക്ഷമ ചോദിക്കാൻ ഹൃദയം വിൽ ഇറ്റ് ബി റെഡി എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞ മനസ്സിലായോ? അവസാന നിമിഷം ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കുമോ? തീർച്ചയായിട്ടും ക്ഷമിക്കും. നല്ല ഉദാഹരണമാണ് ക്രൂശിൽ കിടന്ന കള്ളൻ. പക്ഷെ ആ സമയത്ത് ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ സമയത്ത് ക്ഷമ ചോദിക്കാൻ ഒരവസരം ലഭിച്ചു എന്ന് വരത്തില്ല. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹാർഡ്നെസ് ഓഫ് ഹാർട്ട്. അതുകൊണ്ട് ഒന്നാമത് വഴിയരികിൽ വീണ വിത്ത്, ദി അൺറെസ്പോൺസീവ് ഹിയറർ. 2, ദ സൂപ്പർഫിഷ്യൽ ഹിയറർ. ആരാണ് സൂപ്പർഫിഷ്യൽ ഹിയറർ? അത് പാറസ്ഥലത്ത്. അത് വചനം കേട്ട ഉടനെ 20-ാമത്തെ വാക്യം, സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഭയങ്കര സന്തോഷം. കേട്ട് കഴിഞ്ഞപ്പോൾ ഓ എന്തൊരു മീറ്റിംഗ് ആയിരുന്നു ബ്രദറെ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, അല്ലേ? നമ്മുടെ കൂട്ടായ്മകളിൽ വരുമ്പോൾ നമ്മൾ പാടുന്ന പോലെ അവരും പാടുന്നുണ്ട്, നമ്മൾ സ്തോത്രം പറയുന്ന പോലെ അവരും സ്തോത്രം പറഞ്ഞു. ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഇല്ല. പറയുന്നതിൻ്റെ കാരണം എന്നാ? ദ സൂപ്പർഫിഷ്യൽ ഹിയറർ എന്തോ ഒരു ഇമോഷണൽ ഫീലിങ്ങിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വരുന്നു. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവവുമായി ബന്ധമില്ല. ഈയിടെ എനിക്ക് സ്നേഹിക്കുന്ന ഒരു അങ്കിൾ എന്നോട് പറഞ്ഞു, എൻ്റെ മകളുടെ ഭർത്താവ് ദൈവമില്ല എന്ന് പറയുന്നു, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ? വളരെ ഒരു വലിയ ഒരു പള്ളി ഭക്തനാണ്, എല്ലാ കാര്യത്തിലും ഏർപ്പെട്ടു നിന്നൊരു മനുഷ്യനാണ്. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ദൈവമില്ല. പറയാനുള്ള കാരണം എന്നാ? ആ കൂട്ടത്തിലായിരുന്നപ്പോൾ ഇമോഷണലി ഇതെല്ലാം കൊള്ളാമെന്ന് ചിന്തിച്ചു. പക്ഷെങ്കിൽ പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ അകത്ത് വേരില്ല. ദി ഇമോഷണൽ, ദി സൂപ്പർഫിഷ്യൽ ഹിയറർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ പാട്ടിലുണ്ട്, ആരാധനയിലുണ്ട്. പക്ഷെങ്കിൽ വെരി സൂപ്പർഫിഷ്യൽ. അതുകൊണ്ട് പ്രയാസം വന്നപ്പോൾ വേരില്ലാത്ത അവസ്ഥ. 3, ദ വേൾഡി ഹിയറർ. ദ വേൾഡി ഹിയറർ അതാണ് 22, മുള്ളിനിടയിൽ വീണ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീർന്നതാകുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ദ വേൾഡി ഹിയറർ. ഈ കൂട്ടർ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, അത് ഞാൻ ഒരിക്കലും നോ പറയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ
എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അതിനോട് യോജിച്ചു പോകാനോ അംഗീകരിക്കാനോ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ എൻ്റെ ജീവിതത്തെ എനിക്കിപ്പോൾ ദൈവവചനവുമായി ചേർത്ത് വെച്ച് അലൈൻ ചെയ്യാൻ ഇപ്പോൾ പ്രയാസം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കയറുന്നതിനെക്കാട്ടിലും പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ധനവാൻ കടക്കത്തില്ലെന്നല്ല പറഞ്ഞത്. അതല്ല അതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ ഉദ്ദേശം എന്നാ, ഈ ധനവും ലോകത്തിൻ്റെ പ്രതാപം വരുമ്പോൾ ദൈവവചനത്തിനെ ഞെരുക്കിക്കളയാൻ ഭയങ്കര ശക്തിയാണ് ഇതിന്. പറഞ്ഞാൽ മനസ്സിലായോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ചിലപ്പോൾ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. കാരണം ദൈവവചനം അകത്തേക്ക് കയറാൻ ഇച്ചിരൂടെ എളുപ്പമാണ്, ഇല്ലയോ? ഭയങ്കര എളുപ്പമാണ്. ഞാൻ എപ്പോഴും പറയും, ഓപ്പറേഷൻ ടേബിളിൽ ഇങ്ങനെ ഞാൻ കിടന്നപ്പോഴേ, ഇങ്ങനെ കിടക്കുകയായിരുന്നു നവംബറിൽ. കിടക്കുമ്പോൾ അയ്യോ, ദൈവശബ്ദം കേൾക്കാൻ എന്ത് എളുപ്പമാണെന്നറിയോ? വെരി ഈസി. പ്രയാസമാണോ? ആണ്. കാരണം എന്നാ, ആ സമയത്ത് വേറെ ഒരു ചിന്തയില്ല. നാളെ എത്ര ഓർഡർ വരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ കാശ് മേളിലോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ ഓർത്ത് വ്യാകുലപ്പെടാൻ ഒരു സമയമില്ല. കാരണം എന്നാ, നമ്മളിങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, അത് കർത്താവിന് വേണ്ടി നമ്മൾ കാരണം ബിക്കോസ് ദ വേൾഡ്ലിനെസ് ഈസ് ഓൾവേസ് ഒപ്പോസിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിനെതിരായി നിൽക്കുന്നതാണ് ഈ ലോകത്തിന്റെ. അവസാനം, ദ റിസെപ്റ്റീവ് ഹിയർ, വിനയമുള്ള ഹൃദയം. കർത്താവേ, ശമൂവേൽ പറഞ്ഞ പോലെ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദ ഹംബിൾ ഹാർട്ട്. നല്ല നിലത്ത് വീണ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു. 100, 60, 30 മേനി നൽകുന്നു. അപ്പോൾ എന്താണ് ഈ 30, 60, 100 മേനി? അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോഴേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, കർത്താവേ, ബ്രദർ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന വചനം 30, 60, 100 മേനി ഫലം കായ്ക്കണം. എന്തോ ഈ 30, 60, 100 മേനി? ഇതിൻ്റെ സീക്രട്ട് ഒന്നേ ഉള്ളൂ. ഞാൻ കേൾക്കുന്ന ദൈവവചനത്തോട് എന്തുമാത്രം നീതി പുലർത്തുന്നോ അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഫലമുണ്ടാകും. ദ ഫ്രൂട്ട് ഡിറക്ട്ലി ഈസ് പ്രൊപ്പോർഷണൽ ടു മൈ ലെവൽ ഓഫ് ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അത്രേ ഉള്ളൂ. എല്ലാ ദൈവമക്കളും ഫലം പുറപ്പെടുവിക്കും. എവറി ട്രൂ ബിലീവർ വിൽ പ്രൊഡ്യൂസ് ഫ്രൂട്ട്. ദ ലെവൽ ഓഫ് ഫ്രൂട്ട് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ലെവൽ ഓഫ് ഒബീഡിയൻസ്. എന്തുമാത്രം അനുസരിക്കാൻ ഞാൻ തയ്യാറാകുന്നു അത്രമാത്രം ഫലം എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടും. അപ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, ദൈവ പൈതലിന് പല തലങ്ങളില്ല. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. അവിടെ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്നൊന്നുമില്ല. 4 തട്ടുകളൊന്നുമില്ല. ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ നാം കൂട്ടവകാശികൾ. വി ആർ കോ എയർസ് വിത്ത് ക്രൈസ്റ്റ്. എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചല്ലോ, 1-ാമത്തെ അധ്യായം. അതുകൊണ്ട് അവിടെ തലങ്ങളില്ല. ഞാൻ ഒരു തലം, നീ 2-ാമത്തെ ഗ്രേഡ്, 3-ാമത്തെ ഗ്രേഡ്, അങ്ങനൊന്നുമില്ല. നമ്മളെല്ലാം ദൈവമക്കളാണ്. പക്ഷെങ്കിൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഫലത്തെ തീരുമാനിക്കുന്നത് നമ്മുടെ അനുസരണത്തിൻ്റെ അളവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ അവർ ലെവൽ ഓഫ് ഒബീഡിയൻസ് വിൽ ഡിസൈഡ് അവർ ലെവൽ ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവമക്കൾ ഇങ്ങനെ ആയിരിക്കണം, കർത്താവെ, നിന്റെ വചനത്തെ മുഴുവൻ അനുസരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. കാരണം അനുസരിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. എൻ്റെ അറിവിലല്ല ഫലം, അനുസരണത്തിലാണ് ഫലം. അത് മറക്കരുത് എന്നോർക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മൾ ദ പാരബിൾ ഓഫ് ദ സോവർ കണ്ടു. 2-ാമത്തെ പാരബിൾ, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത് സ്വർഗരാജ്യം 24-ാമത്തെ വാക്യം തൊട്ടാണേ. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ കതിരുമുണ്ട്, കളയുമുണ്ട്. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, യജമാനൻ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് തൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പുവാനും കൽപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ
കാണുന്നൊരു കാര്യം, ദർ ഇസ് ദ പാരബിൾ ഓഫ് ദ വീറ്റ് ആൻഡ് ദ ടേഴ്സ്. അതായത് ഗോതമ്പും ഉണ്ട്, അതുപോലെ തന്നെ കളയുമുണ്ട്. ഉം. അപ്പോൾ ഈ ഗോതമ്പിന്റെ ഇടയിൽ കള വിതയ്ക്കുന്ന അവസ്ഥ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഈ ഗോതമ്പ് വളരുമ്പോഴും കള വളരുമ്പോഴും അത് വളരുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം അറിയാൻ നെക്സ്റ്റ് ടു ഇമ്പോസിബിളാണ്. മനസ്സിലായോ? ഗോതമ്പ് വളരുന്നു, കളയും വളരുന്നു, ഇത് തമ്മിലുള്ള വ്യത്യാസം പറയാൻ ഭയങ്കര പ്രയാസമാണ്. എപ്പോഴാണ് നമുക്ക് വ്യത്യാസം പറയാൻ പറ്റുന്നത്? ഗോതമ്പ് അതിൻ്റെ ഫ്രൂഷനിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഫ്രൂട്ട് പുറപ്പെടുവിക്കാൻ, ഫലം പുറപ്പെടുവിക്കുന്ന സമയമാകുമ്പോൾ ഈ കളയും ഗോതമ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. അപ്പോൾ ശത്രുവിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ഓർത്തോണം. ശത്രു എന്തോ ചെയ്യുന്നത്? ഗോതമ്പിൻ്റെ നല്ല വിത്തിൻ്റെ ഇടയിലാണ് കള വിതയ്ക്കുന്നത്. ഓൾവേസ് ഇവിടെ എല്ലാം നല്ല ഗോതമ്പും അവിടെ എല്ലാം കളയും. അങ്ങനല്ല ശത്രുവിൻ്റെ സ്ട്രാറ്റജി. ശത്രുവിൻ്റെ സ്ട്രാറ്റജി എന്താ? എവിടെ ഗോതമ്പുണ്ടോ അതിൻ്റെ നടുവിൽ കളയും കൂടെ വളരണം. ഇത് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ വന്നു കഴിയുമ്പോൾ നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകത്തില്ല. ഒരു വർഷം ഒന്ന് നിൽക്കട്ടെ, അപ്പം മനസ്സിലാകും അകത്തിരിക്കുന്ന സാധനം പുറത്തു വരും. അപ്പം മനസ്സിലാകും ഇത് ആരാന്ന്. അപ്പോൾ അൺടിൽ ദ ഫ്രൂട്ട് കംസ്, ഞാൻ ഈ യോഹന്നാൻ്റെ അടുക്കലേ എല്ലാവരും സ്നാനം കഴിക്കാൻ വേണ്ടി ഓടി വന്നു അല്ലേ? സ്നാനം കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ വന്നു, ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. എന്താ യോഹന്നാൻ പറഞ്ഞത്? മാനസാന്തരത്തിന് ഒത്ത ഫലം കാഴ്ചേച്ച് വാ. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ കൂട്ടത്തിൽ വരുന്നവരെല്ലാം അങ്ങ് ഗോതമ്പാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. ഇതിനകത്ത് കളയുമുണ്ട്, മറക്കരുത്. ധൃതി വെച്ച് അയ്യോ ഇത് നമ്മുടെ ആണേന്ന് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫലം പുറത്ത് വരുമ്പോഴേ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. ആരാണ്ട് പറഞ്ഞതുപോലെ ഈ കാക്കയും കുയിലും തമ്മിലുള്ള, ഈ നാട്ടിൽ പ്രസംഗിക്കുന്നവരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കാക്കക്കുഞ്ഞും കുയിലിൻ്റെ കുഞ്ഞും, കാക്കയുടെ മുട്ടയും കുയിലിൻ്റെ മുട്ടയും തമ്മിലൊന്നും വ്യത്യാസം അധികം പറയാനൊക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം കുയിൽ മടിച്ച് ആയതുകൊണ്ടത് കുയിൽ വന്ന് മുട്ട ഇടുന്നത് കാക്കയുടെ കൂട്ടിലാന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല എങ്ങനെ അതിൻ്റെ പരിപാടി എന്ന്, അങ്ങനെ കേട്ടിട്ടുള്ളത്. ഇത് തമ്മിൽ വ്യത്യാസം അറിയണമെങ്കിൽ മുട്ട വിരിയണം. മുട്ട വിരിഞ്ഞേച്ച് അവസാനം ഇതിൻ്റെ സൗണ്ട് പുറത്ത് വരുമ്പോഴാണ്, കുയിൽ നല്ല രസമാണ്, കാക്കയുടെ സൗണ്ട് വരുമ്പോഴാണ് ഇങ്ങനെ പാറപ്പുറത്തിട്ട് ഉരയ്ക്കുന്ന സൗണ്ട് പുറത്ത് വരുന്നത്. സൗണ്ട് പുറത്ത് വരുന്നത് വരെ കാക്കക്കുഞ്ഞാണോ കുയിലിൻ്റെ കുഞ്ഞാണോ എന്ന് പറയാൻ ഒക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിലെ എല്ലാം കാക്കക്കുഞ്ഞാന്നും എല്ലാം കുയിലാന്നും ആരും ചിന്തിക്കരുത്. ഇതിൻ്റെ ഇടയ്ക്ക് കാക്കയുടെ ഉണ്ട്, കുയിലിൻ്റെ ഉണ്ട്, ഗോതമ്പും ഉണ്ട്, കളയുമുണ്ട്. അതിൻ്റെ ഫലം വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പം ദൈവം എന്നെ ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. ഞാൻ ശുശ്രൂഷയിൽ ഒരു യൗവനക്കാരനാണ്. ഐ എം നോട്ട് എ സീസൺഡ് മിനിസ്റ്റർ, ഞാൻ യൗവനക്കാരനാണ്. അപ്പം നമ്മുടെ എക്സൈറ്റ്മെൻറ്റിലെ നമ്മളിങ്ങനെ കാത്തിരിക്കും. അപ്പം ആരെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, ഇവർ സംഭവം ഭയങ്കരമാണല്ലോ എന്ന് ചിന്തിക്കും. നമ്മുടെ കൂടെ ഒന്ന് കൂടി ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഗോതമ്പല്ല, ഇത് കളയാണ്. അതുകൊണ്ട് നമ്മൾ യോഹന്നാനെ പോലെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. എന്തുവാ ഫലം പുറത്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഈ പ്രാവശ്യം ഞാൻ ദുബായ് ചെന്നപ്പോൾ നമ്മുടെ ജയകുമാർ ബ്രദറിനെ ഒന്ന് കാണാൻ എനിക്ക് ഭാഗ്യം തോന്നും. ഞാൻ ഈ ബ്രദറിനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഈ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്ന പോലെ, നിങ്ങളല്ലയോ എൻ്റെ കിരീടം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ബ്രദർ നമ്മുടെ കിരീടമാണ്. അപ്പം നമുക്ക് വലിയ സന്തോഷമാണ് ബ്രദറിനെ കാണുന്നത്. പക്ഷെ ആദ്യകാലത്ത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും, ഇത് എന്തുവാ പുറത്ത് വരാൻ പോകുന്നതെന്നുള്ളതൊന്ന് വെയിറ്റ് ചെയ്യും. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം, ഫലം കൺസിസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് വരാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം ഇത് കളയല്ല, ഇത് ഗോതമ്പാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഫലം പുറത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഫലം എങ്ങനെ? ചിലതൊക്കെ നമ്മൾ ഓർക്കും, ഇത് നമ്മുടെ കൂട്ടത്തിൽ പാടുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ ചാടുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ സ്തോത്രം പറയുന്നു. അപ്പം നമ്മൾ ചിന്തിക്കും ഇത് നമ്മുടെ സാധനം തന്നെയാണെന്ന്. ഒരു 2, 2.5, 3, 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അകത്തിരിക്കുന്ന സാധനം പുറത്ത് വരും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഏത് ഐറ്റമാണെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഈ ഉടമസ്ഥൻ പറയാ, എല്ലാം കൂടെ എടുത്ത് പറിച്ച് കളയരുത്, എല്ലാം കൂടെ ഒരുമിച്ച്. ആ സമയത്ത് നമ്മൾ ഇതെല്ലാം പിഴുതെടുത്ത് കളയാൻ പോയാൽ എന്നാ പറ്റുമെന്നറിയോ? എല്ലാം പുറത്തങ്ങ് പോകും. കാരണം ഇതിൻ്റെ വേര് തമ്മിൽ കണക്റ്റഡ് ആണ്. മനസ്സിലായോ? പെട്ടെന്ന് ക്ലീനപ്പ് പ്രോസസ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്നാ പറ്റും? നല്ലതും അതിൻ്റെ കൂട്ടത്തിൽ പോകും. കാരണം തിരിച്ചറിയാൻ പ്രയാസമാണ്. എല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കറിയാം ഇത് തമ്മിലുള്ള വ്യത്യാസം.
ന്യായവിധി സമയം, അവസാന നാളിൽ ഇത് തമ്മിൽ നല്ല ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകും. മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ സുവിശേഷവും എടുത്തുകൊണ്ട് പോകുന്ന അനേകരുണ്ട്. അപ്പം നമ്മൾ ഓർക്കും, കർത്താവ് ഈ കൂട്ടർ നമ്മുടെ കൂട്ടത്തിലായി പോയല്ലോ, നമ്മൾ ഇവരുടെ കൂട്ടത്തിലായി പോയല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അല്ലേ? പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതൊന്നും റിയാക്ട് ചെയ്യരുതെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്ന ഒരു സമയം വരും, ലാസ്റ്റ് ഡേ, അന്ന് ഇത് തമ്മിൽ നല്ല ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകും. അതുവരെ അത് ആരുടെ ജോലിയാ ആ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കാൻ? നമ്മുടെ ജോലിയാണോ? അല്ല, അത് ദൈവത്തിന്റെ ജോലിയാ, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അവസാന നാളിലാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അവസാനം കൊയ്ത്തോളം വരട്ടെ, ആ കൊയ്ത്ത് സമയം വരെ കാത്തിരിക്കുക. അത് കഴിയുമ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ദൈവം തന്നെ ചെയ്തോളും. അതിൻ്റെ അവസാനം എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ അവിടുന്ന് പഠിക്കുന്നത്. 3, ദ പാരബിൾ ഓഫ് ദ മസ്റ്റേർഡ് സീഡ്. അപ്പോൾ ഗോതമ്പും കളയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. 13-ാം അധ്യായത്തിന്റെ 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അപ്പൊ കടുകുമണിയുടെ ഉപമയാണ്. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഓക്കെ, അപ്പോൾ പിന്നെ കാണുന്നത് കടുകുമണിയുടെ ഉപമ. ഇത് ഏറ്റവും ചെറിയ വിത്താണെന്നാണ് പറയുന്നത്, അല്ലേ? അത് എല്ലാത്തിലും ചെറുതെങ്കിലും, എല്ലാ വിത്തിലും ചെറുതെങ്കിലും. അപ്പോൾ ചിലർ പറയും യേശു കർത്താവ് പഠിപ്പിച്ചത് തെറ്റാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഞങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കും. കാരണം ഏറ്റവും ചെറിയ വിത്ത് കടുകുമണി അല്ല. അതല്ല ഇവിടത്തെ പോയിന്റ്. ആ കാലത്ത് പലസ്തീൻ ദേശത്ത് ഉണ്ടായിരുന്ന ചെടികളിൽ, അതായത് ഗാർഡൻ ചെടികളിൽ ഏറ്റവും ചെറിയ വിത്ത് കടുകുമണിയായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ബയോളജിക്കലി ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല കർത്താവ് അവിടെ. അതല്ല ഉപമയുടെ ഉദ്ദേശം. പറയാൻ ഉദ്ദേശിച്ചത് ചെറിയ ഒരു വിത്താണ്, പക്ഷെ അത് വളരുമ്പോഴോ വലിയ മരം. അപ്പൊ പിന്നെ പറയും, അയ്യോ കടുകുമണി എന്നോ വലിയ മരമാകുമോ? പലസ്തീനിലെ കടുകുമണി വലിയ മരമാകും. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 12 തൊട്ട് 15 അടി വരെ അത് വളരുമെന്ന് മാത്രമല്ല, അതിൻ്റെ കൊമ്പുകളൊക്കെ കുറേ നാളുകൾക്ക് ശേഷം വളരെ സ്ട്രോങ് ആകും. സ്ട്രോങ് ആകുന്നത് കൊണ്ട് പക്ഷികൾ അതിൻ്റെ മേൽ വന്ന് വസിക്കും. അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ്. അപ്പം നമ്മളെപ്പോഴും കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കടുകുമണി വലിയ വൃക്ഷമാകുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു കടുകുമണി ആരും അറിയാതെ ബെത്ലഹേമിൽ ഒരു കൈക്കുഞ്ഞിനെ പോലെ ജാതനായി. ആർക്കും അറിയത്തില്ല, ഒന്നും അറിഞ്ഞുകൂടാ. ഒരു രാജാവിൻ്റെ മകനായിട്ടല്ല, ഒരു പൊളിറ്റീഷ്യൻ്റെ മകനായിട്ടല്ല, ഒരു വേൾഡ് ലീഡറിൻ്റെ മകനായിട്ടല്ല, എവിടോ ഒരു ചെറിയ കടുകുമണി. എന്നാൽ അത് വളർന്നു കഴിഞ്ഞപ്പോഴോ എന്തായി? സഭ എങ്ങനെ തുടങ്ങിയത്? 12 പേര്. ദാറ്റ്സ് ഇറ്റ്. ഇന്ന് സഭ എവിടാ? അതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദാഹരണം? ഞാനൊരു ചെറിയ കടുകുമണിയായിരിക്കും. അനുസരണത്തോടെ ദൈവത്തോട് അനുസരണത്തിൽ ഞാൻ ജീവിച്ചാൽ എൻ്റെ സ്വാധീനം വലുതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രമാണം, ഞാൻ വലിയൊരു സംഭവം ആകണമെന്നൊന്നുമില്ല. ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഈ കടുകുമണിയുടെ കാര്യം പറയുമ്പോൾ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഐ മൈറ്റ് ബി വെരി സ്മോൾ. പക്ഷെങ്കിൽ ഈ ചെറിയ കാര്യം ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ദ ഇൻഫ്ലുവൻസ്, സ്വാധീനം വളരെ വലുതാകും. അനേകർക്ക് അതിൽ വന്ന് താമസിക്കാനും, കിളികൾ വന്ന് താമസിക്കാനും, ഇൻഫ്ലുവൻസ്, നമുക്കൊരു ഇൻഫ്ലുവൻഷ്യൽ ആകാനും സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ പറയുന്ന ഒരു ഉപമയാണ്. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിൻ്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ ലേവൻ. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അപ്പോൾ കടുകുമണി ചെറുതാണ്, പുളിച്ച മാവ് എന്താണ്? കുറച്ചേ ഉള്ളൂ. പക്ഷെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി വലുപ്പമുള്ള മാവിനെ സ്വാധീനിക്കാൻ സാധിക്കും. ഈ പുളിച്ച മാവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കരുത്, അത് പോസിറ്റീവായിട്ട് എടുക്കണം. കാരണം പുളിപ്പില്ലാത്ത അപ്പം കഴിക്കാൻ കൊള്ളത്തില്ല, അറിയാമല്ലോ, അതിന് ടേസ്റ്റ് ഇല്ല. പുളിച്ച മാവിനാ ടേസ്റ്റ്, അല്ലേ? അതുകൊണ്ടാണ് അപ്പമൊക്കെ നമ്മൾ പുളിക്കാനിടുന്നത്, അല്ലേ? അപ്പം ഈ പുളിപ്പില്ലാത്ത മാവിനെ പുളിപ്പുള്ളതാക്കാൻ എത്ര വേണം? അതുകൊണ്ടാണല്ലോ പറയുന്നത് അസാരം പുളി മാവ്. കുറച്ച് മതി.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവരാജ്യത്തിൽ ഇൻഫ്ലുവൻസ് വരുന്നത് എവിടാ? മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് ഇൻഫ്ലുവൻസ്. അതാണ് ഇതിന്റെ സത്യം. അസാരം പുളിമാവ് കുറച്ചങ്ങോട്ട് ഇടുന്നു, അതിനെ കാണുമ്പോൾ വലിയ അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. മറ്റു മാവിൽ നിന്ന് അതിന് റെഡ് കളറായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അത് എടുത്തു നിൽക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ സൈസ് കൂടുതലാണോ? അല്ല. മറഞ്ഞിരിക്കുന്നു. എന്നാൽ മറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വാട്ട് ഈസ് ഹിഡൻ ഹാസ് മോർ ഇമ്പാക്ട് ദാൻ വാട്ട് ഇസ് സീൻ. ഉദാഹരണം, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ശക്തിയാണ് എൻ്റെ പ്രസംഗത്തിനെക്കാട്ടിലും ഇൻഫ്ലുവൻസ്, അല്ലയോ? എൻ്റെ കുടുംബ ജീവിതത്തിലെ എൻ്റെ സാക്ഷ്യത്തിനാണ് എൻ്റെ പുറമേ ഉള്ള സാക്ഷ്യത്തെക്കാട്ടിലും റിയൽ ഇൻഫ്ലുവൻസ്, അല്ലയോ? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അങ്ങനെ ആട്ടെ. ഇപ്പൊ കൂടി വന്നിരിക്കുന്ന നൂറുകണക്കിന് ദൈവജനത്തോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ ആത്മീയമായി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും എന്താണ്? ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതമാണെന്ന് ചിലർ പറയും. ചിലർ പറയും എന്താണ്, ഞാൻ കണ്ടു വളർന്ന എൻ്റെ അപ്പൻ്റെ ക്രിസ്തീയ ജീവിതമാണെന്ന് പറയും, അല്ലേ? ആരും പറയാൻ സാധ്യതയില്ലാത്തത് വലിയൊരു പ്രസംഗകൻ പ്രസംഗിച്ച വളരെ ചുരുക്കം പേര് കാണും. പക്ഷേ ദ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഇസ് ഓൾവേസ് ബൈ വാട്ട് ഇസ് ഹിഡൻ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഏതാ? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഏതാ? ഈ അസാരം പുളിമാവ് കുറച്ച് ചെറുത് അടഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ ക്രിസ്ത്യൻ ലൈഫിലും എൻ്റെ പബ്ലിക് ലൈഫിലും പ്രിയമുള്ളവരെ ഒരു കാര്യം മറക്കരുത്, ഏറ്റവും വലിയ സ്വാധീനം മറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാർലമെന്റിൽ നിന്റെ മക്കൾ വരണം, എന്നിട്ട് വേണം ഇന്ത്യ ഒരു ക്രിസ്തീയ രാജ്യമായി മാറും. ചിലപ്പോൾ ദൈവം കൊണ്ടുവരും, അങ്ങനെയുള്ളവരെ ചില ദാനിയേലന്മാരെ ദൈവം കൊണ്ടുവരും, അല്ലേ? ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെങ്കിൽ ഇറാനിൽ നടക്കുന്ന വിപ്ലവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇറാനിൽ നടക്കുന്നത് അവിടെ നാഷണൽ ലീഡർ ക്രിസ്ത്യൻ ആയതുകൊണ്ടല്ല, മറഞ്ഞിരിക്കുന്ന കുറെ ദൈവമക്കൾ ഉള്ളത് കൊണ്ടാണ്. അണ്ടർഗ്രൗണ്ട് ചർച്ചസിൽ ദൈവത്തോട് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ദൈവവുമായി അഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ദൈവമക്കളാണ്. ചില സഭകളിൽ നമ്മൾ പറയും, എന്നാ കർത്താവേ, ആ ലീഡർ, ഞങ്ങളുടെ സഭയിലെ മേളത്തെ ആള് ഒന്ന് മാറിയിട്ട് വേണം ഈ സഭയെ ഒന്ന് മാറാൻ. പ്രാർത്ഥിക്കത്തില്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ കർത്താവ് പറയാ, മറഞ്ഞിരിക്കുന്ന ചില ദൈവവിശ്വാസികളുണ്ട്. അവരാ അസാരം പുളിമാവ് മതി പിണ്ടത്തെ മുഴുവൻ പുളിപ്പുള്ളതാക്കി തീർക്കാൻ. സോ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ഇൻഫ്ലുവൻസ് വെൻ യു ആർ സ്മോൾ ആൻഡ് ഹിഡൻ. ഞാനൊരു കടുകുമണിയായിരിക്കാം, ഞാൻ ഒരു പുളിമാവ്, യാതൊരു എന്ന് പറഞ്ഞാൽ യാതൊരു എന്താ പറയുക, സ്റ്റേജോ പ്ലാറ്റ്ഫോമോ പൊസിഷനോ പദവി ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്നതിലാണ്, എൻ്റെ ടൈറ്റിലല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ ദൈവസഭ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വരുന്ന നാളുകളിൽ ഞങ്ങൾ ചില മിഷൻ സ്റ്റേഷൻസിലൊക്കെ പോവും. ചില സ്ഥലങ്ങൾ വളരെ 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 പ്രയാസമാണ്. അവിടെ ചെല്ലുമ്പോൾ ആരും അറിയാൻ പാടില്ല, കൈകൊട്ടാൻ പാടില്ലെന്ന് ഇന്നലെയും വിളിച്ച് പറഞ്ഞു. കൈകൊട്ടാൻ പോലും പാടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കും. അവിടെ സഭ ഇങ്ങനെ തഴച്ചു വളരുക. ആ തഴച്ചു വളരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വലിയ മൈറ്റി പ്രീച്ചേഴ്സ് കാരണമാണെന്ന്? നോ, മൈറ്റി പ്രീച്ചേഴ്സ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതും വേണം, ഇല്ലെന്നല്ല ഞാൻ. അതുകൊണ്ടല്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആർക്കും അറിയാത്ത ഒരു വീട്ടമ്മയാണ്. നോബഡി, പേര് പോലും ആർക്കും അറിയത്തില്ല. പക്ഷെങ്കിൽ ആ ദൈവദാസി മുട്ടുമേ നിൽക്കുമ്പോൾ, മറഞ്ഞിരിക്കുന്ന ആ ഭവനത്തിൽ മുട്ടുമേ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ആ ദേശത്ത് വ്യാപരിക്കുക. അനേകർ ക്രിസ്തുവിനെ അറിയുന്നു, അവരുടെ ഭവനത്തിലേക്ക് ഇരച്ച്. സോ യു ക്യാൻ ബി എ നോബഡി. നിങ്ങൾ ആരും അതൊന്നും വിഷയമല്ല. പക്ഷെ ഇൻഫ്ലുവൻസ്, റിയൽ ഇൻഫ്ലുവൻസ് ഹാപ്പൻസ് ഫ്രം വാട്ട് ഇസ് ഹിഡൻ. മറഞ്ഞിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രിയമുള്ളവരെ ദൈവശക്തി ഉണ്ടല്ലോ, ദ പവർ ഓഫ് ഗോഡ് വിൽ ബി റിലീസ്ഡ് ഇൻ യുവർ ലൈഫ് ആൻഡ് മൈൻഡ് ഫ്രം വാട്ട് ഇസ് ഹിഡൻ. മറഞ്ഞിരിക്കുന്ന ദാവീദ് ഗോലിയാത്തിനെ ഒറ്റ ഏറിന് വീഴ്ത്തിയെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ ശക്തി എവിടെ നിന്നാ വന്നേ? ആരും കാണാത്തപ്പോൾ ശൗലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശൗലേ, ഇന്ന് ഈ മല്ലനെ നേരിടാൻ എനിക്ക് ശക്തി നൽകുന്നൊരു കാര്യമുണ്ട്. ആരും കാണാഞ്ഞ സമയത്ത് സിംഹത്തിന്റെ മുമ്പിലും കടുവയുടെ മുമ്പിലും എനിക്ക് കർത്താവ് ഒരു ജയം തന്നു. ആരും കണ്ടില്ല അത്.
അന്ന് എന്നെ നോക്കാൻ എൻ്റെ സഹോദരന്മാർ പോലും ഇല്ലായിരുന്നു. മറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് വിജയം തന്നൊരു ദൈവമുണ്ട്. അത് പബ്ലിക്കായെന്ന് മാത്രമേ ഉള്ളൂ ഗോലിയാത്തിന്റെ മുമ്പിൽ. എന്ന് പറഞ്ഞതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രിയമുള്ളവരെ ശക്തി. സോ ഗാഡ് ദാറ്റ് എലമെന്റ്, ഇൻഫ്ലുവൻസ് ഇസ് ഓൾവേസ് ഫ്രം വാട്ട് ഈസ് ഹിഡൻ. അത് മറക്കരുത് എന്ന് മനസ്സിലാക്കണം. അടുത്തത്, ഇവിടെ കർത്താവ് പറയുന്നു, ഉപമ, അതായത് ഗോതമ്പും കളയും തമ്മിലുള്ളതിൻ്റെ ഉപമയുടെ അർത്ഥം ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഉപമകളായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ ഞാനിപ്പോൾ ചിന്തിക്കും, ഒന്ന് ഭാവനയെ നിങ്ങൾ ചിന്തിച്ചോണം. യേശു കർത്താവ് വലിയ ഉപമകളൊക്കെ പറയാം. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ചുറ്റും നിന്നും അതേ കർത്താവ്, യെസ് യെസ്, ഗുഡ് 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 എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവസാനം ഉണ്ടല്ലോ, യേശു കർത്താവിനെ തനിയെ കിട്ടുമ്പോഴേ, കർത്താവേ എന്തുവാ പറഞ്ഞ മുമ്പ് ഒന്നും മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരവസ്ഥയല്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് അഭേദ്യമായിട്ട് ഇതിൻ്റെ അർത്ഥം പറയുന്നു. ഇതിനകത്ത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആര് ദൈവവചനം പ്രസംഗിച്ചാലും ആര് ദൈവവചനം വായിച്ചാലും ശിഷ്യനും ജനവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശിഷ്യന്റെ പ്രത്യേകത എന്നാ? ഇതെല്ലാം കഴിയുമ്പം കർത്താവിനോട് എന്ത് ചോദിക്കണം? കർത്താവേ, ഇതിൻ്റെ ആഴമേറിയ സത്യം എന്താണെന്നുള്ളത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഡിഫറൻഷിയേറ്റ്സ് ദ ഡിസൈപ്പിൾ ഫ്രം ദ ഫോളോവർ. മനസ്സിലായോ? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ശിഷ്യനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ആഴമേറിയ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധി പറയാം, കർത്താവേ, ഈ മർമ്മം എനിക്കൊന്ന് പറഞ്ഞു തരണമേ. അങ്ങനെ ആഗ്രഹിക്കുന്ന, ആശിക്കുന്ന ആത്മാവിനെ കർത്താവ് തൃപ്തിപ്പെടുത്തും. ആൻഡ് ദാറ്റ് ഈസ് വെയർ ഇൻറ്റിമസി ഇസ് ബിൽറ്റ്. എനിവേ, ഈ ഉപമയുടെ അർത്ഥം നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. 34 മുതൽ 43 വരെ കർത്താവ് അതിൻ്റെ അർത്ഥം പറയുന്നു. എന്താണ് യേശു കർത്താവ് പറയുന്നത്? ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പോൾ യേശു കർത്താവ് ഉപമകൾ പറയുമ്പോൾ ആസാഫ് സങ്കീർത്തനം 78 പറഞ്ഞ ഒരു പ്രവചനമാണ് യേശു കർത്താവ് പറയുന്നത്. കർത്താവ് പറയുക, ഞാൻ ഉപമകളായി സംസാരിക്കാൻ തീരുമാനിച്ചതേ ഒരു റാൻഡം കാര്യമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെക്കുറിച്ച് പ്രവചിച്ച കാര്യമാണ്. സങ്കീർത്തനം 78 ആസാഫ് പറഞ്ഞതുപോലാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഉപമകളായി സംസാരിക്കുന്നു. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് വയലി കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച് ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവൻ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ സിമ്പിളാണ്. എന്താണ് പറയുന്നത്? വിത്ത് വിതയ്ക്കുന്നവനോ മനുഷ്യപുത്രൻ, വയൽ എന്ന് പറയുന്നത് ലോകം, ഗോതമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിത്ത്, നല്ല വിത്ത് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ മക്കൾ, കള എന്ന് പറയുന്നത്, കള വിതയ്ക്കുന്നവനോ കള എന്ന് പറയുന്നത് പിശാചിൻ്റെ മക്കൾ. അവസാനം കൊയ്ത്ത് വരുന്നു, അവിടെ ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നു. ഇതിനകത്ത് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ. യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരുപാട് പേര് ഈ ലിബറേഷൻ തിയോളജിയോട്ട് കയറി വന്നിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട്. ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്, ന്യായവിധി എന്ന് പറയുന്നതും അവസാനം തീപ്പൊയ്ക എന്ന് പറയുന്നതും അൾട്ടിമേറ്റ് ഡാമിനേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും. യേശു കർത്താവ് നരകത്തെക്കുറിച്ചാണ് സ്വർഗത്തെക്കാട്ടിലും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അതൊരിക്കലും മറക്കരുത്. കാരണം ദാറ്റ് ഇസ് എ റിയാലിറ്റി. അതുകൊണ്ട് ഈ നല്ല സുവിശേഷത്തെക്കുറിച്ചും നല്ല വർത്തമാനത്തെക്കുറിച്ചൊക്കെ യേശു കർത്താവ് പറയുമ്പോൾ ദർ ഇസ് എൻ അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് കർത്താവ് പറയാം. എന്നിട്ട് അവസാനം പറയുകയാണ്, ദൂതന്മാരെ വിട്ട്, വെളിപ്പാട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൂതന്മാരെ വിട്ടാണ് അവസാനത്തെ ന്യായവിധി കർത്താവ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അവസാനത്തെ 2 ഉപമകളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 44 to 52. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു. ഇതല്ലല്ലോ, വിട്ടുപോയി. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം മിസ്സായിപ്പോയി. ഇനി ഞാനത് പറയാം. തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി.
പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും. ഓക്കെ, അപ്പൊ നമുക്ക് അതുവരെ ഉള്ളത് കാര്യം. രണ്ട് കാര്യങ്ങളാണ്. ദ പാരബിൾ ഓഫ് ദ പേൾ. അവിടെ എന്തോ പറയുന്നത്? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടും മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് വയൽ വാങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ദ പാരബിൾ ഓഫ് ദ ട്രഷർ. സ്വർഗരാജ്യത്തെ കർത്താവ് ഉപമിക്കുന്നത് എങ്ങനെയാണെന്നറിയും? ഒരു മനുഷ്യൻ ഒരു വയലിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ നിധി കണ്ടു. നിധി ഒളിച്ചു വെച്ചിരിക്കുക. പണ്ട് കാലത്ത് പലസ്തീൻ ദേശത്ത് ആളുകൾ സ്വർണവും യുദ്ധത്തിൽ കിട്ടിയ പല കൊള്ളയും അവർ സൂക്ഷിച്ചു വെക്കുന്നത് മണ്ണിനടിയില. അപ്പൊ പലപ്പോഴും ഈ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ മണ്ണിനടിയിൽ എന്താ ഉള്ളതെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ആരെങ്കിലും റാൻഡംലി പോകുമ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്, ഇതിൻ്റെ അകത്തൊരു നിധിയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മണ്ണിൻ്റെ അടിയിൽ കുറച്ച് നിധി കണ്ടുപിടിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെന്ന് ഉടമസ്ഥനോട് പറയുക, എനിക്ക് ഈ വയൽ വാങ്ങണം. അപ്പം അദ്ദേഹം ഒരു പ്രൈസ് പറഞ്ഞപ്പം ഇത് എന്നെ കൊണ്ട് ഒക്കത്തില്ല, താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ വയൽ അങ്ങ് വാങ്ങി. വയൽ വാങ്ങി എന്തിനു വേണ്ടിയാ? വയലിന് വേണ്ടിയാണോ? അല്ല, വയലിൻ്റെ അകത്തുള്ള നിധി. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഒന്ന്, ഈ നിധിയുടെ വില മനസ്സിലാക്കുന്നവനെ തനിക്കുള്ളതെല്ലാം വിൽക്കത്തുള്ളൂ, അല്ലേ? ഈ നിധിയുടെ വാല്യൂ. ഇപ്പൊ ഞാൻ ചെന്ന് ഈ മണ്ണിൻ്റെ അടിയിൽ കുറെ പഴയ തുണികൾ മറച്ചിരിക്കുക, അല്ലെ കുറെ പഴയ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുക. എനിക്കുള്ളതെല്ലാം ഞാൻ വിൽക്കുവോ? വിൽക്കത്തില്ല. ഞാൻ ഈ വയൽ വാങ്ങിക്കുവോ? വാങ്ങിക്കത്തില്ല. പക്ഷെങ്കിൽ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന നിധി സ്വർണമാണെങ്കിൽ, ഇപ്പൊ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിയിരിക്കുകയല്ലേ, സ്വർണമാണെങ്കിൽ എനിക്കുള്ള സകലത് ഞാൻ വിൽക്കും. കാരണം എന്നാ? ഈ നിധിയുടെ വില എന്ന് പറയുന്നത് എനിക്കുള്ള സകല സാധനങ്ങളെക്കാട്ടിലും വിലയുള്ളതാണെന്ന്. അപ്പൊ കർത്താവ് പറയുക, സ്വർഗരാജ്യം എങ്ങനെയാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. എൻ്റെ സ്നേഹിതര് കുറച്ച് പേരുണ്ട്, സകലതും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയ ചിലരുണ്ട്. അതിലെ ഒരു സ്നേഹിതനാണ് നിങ്ങൾക്കറിയാവുന്ന ബിജോയ്, ഫിലിപ്പ് ജോൺ കൊട്ടാരത്തിൽ. ഈ വലിയ സംഭവം എല്ലാം വിട്ട് ഇതിൻ്റെ പുറകെ പോവും. എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്നാണെന്നറിയോ? ഈ വയലിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി എന്താണെന്നുള്ളത് അവർ കണ്ടതുകൊണ്ടാണ്. ദേ ആർ നോട്ട് ഫൂൾസ്. അവർ മണ്ടന്മാരല്ല. ഇപ്പൊ ഈ പുറത്തുനിന്ന് ഒരാൾ കാണുകയെന്ന് വിചാരിച്ചോ, നോക്കിയപ്പം ഉള്ളതെല്ലാം വിറ്റിട്ട് വയൽ വാങ്ങിക്കുക. അപ്പം ഞാനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയും, സഹോദര, നീ കാണിക്കുന്ന മെഗാ മണ്ടത്തരവ, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ പുള്ളി മനസ്സിൽ എന്തോ പറയുന്നതെന്നറിയോ? സഹോദര, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കാണാത്തൊരു സാധനം ഞാൻ കണ്ടു. മനസ്സിലായോ? നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ഞാൻ വയൽ വാങ്ങിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തു എന്ന വലിയ നിധിയെ കണ്ടവൻ, ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ്, തനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് കിടക്കുന്ന നിധിയുടെ വില എത്ര വലുതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട്. പറഞ്ഞു മനസ്സിലായോ? സോ ഇറ്റ് ഇസ് എ ടോട്ടൽ കമ്മിറ്റ്മെന്റ്. അത് തന്നെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. എന്താണ് കാണുന്നത്? ആ വലിയ മുത്തിന്റെ വില. പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളത് ഒക്കെയും വിറ്റ് അത്. വിലയേറിയ മുത്ത്. യു സീ സംതിങ് വിച്ച് ഇസ് പ്രൈസ്ലെസ്. പലപ്പോഴും ദൈവരാജ്യത്തിൽ കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റിലേക്ക് നമുക്ക് വരാൻ സാധിക്കാത്തതിന്റെ കാരണം മറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ വില നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. ദൃശ്യമായത് താൽക്കാലികം, അദൃശ്യമായത് നിത്യമായത്. അദൃശ്യമായതാണ് ഇറ്റേണൽ. വാട്ട് ഈസ് ഇൻവിസിബിൾ ഇസ് ഇറ്റേണൽ, വാട്ട് ഈസ് വിസിബിൾ ഇസ് ടെമ്പോറൽ. അപ്പോൾ അദൃശ്യമായത് എന്തോ കണ്ടു, അതല്ലേ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? അബ്രഹാം എന്തുകൊണ്ടാണ് എല്ലാം ഇട്ടേച്ചു, തനിക്കുള്ളതെല്ലാം ഇട്ടേച്ചു ഒറ്റ പോക്ക് പോയി? അതിന്റെ കാരണം എന്നാ? മറ്റുള്ളവരെ കാണാത്ത ചില കാര്യങ്ങൾ അബ്രഹാം കണ്ടു. അങ്ങനെയുള്ളവരായിരിക്കണം നാം. വി ബിലോങ് ടു എ ഡിഫറെന്റ് കിങ്ഡം.
വി ബിലോങ് ടു എ ഡിഫറെൻറ്റ് വാല്യൂ സിസ്റ്റം. അതുകൊണ്ടാണ് ചിലർ ഭോഷത്വം എന്ന് കാണുന്നത് ദൈവമക്കൾ വിലയേറിയതായി കാണുന്നു, അല്ലേ? യു മേ കോൾ ഇറ്റ് ഫൂളിഷ്നെസ്. ഈ സ്വച്ഛജടമാംസ തൈലം തനിക്കുള്ളതെല്ലാം എടുത്ത് യേശുവിൻ്റെ കാൽക്കൽ പൊട്ടിച്ചൊരു സ്ത്രീയുണ്ട്. ലോകം നോക്കിയേച്ച് പറഞ്ഞു, എന്തോ മണ്ടത്തരമായി കാണിക്കുന്നു, എന്തോ മണ്ടത്തരം. കർത്താവ് എന്നാ പറഞ്ഞ്? അവൾ ഏറ്റവും നല്ലത് ചെയ്തതെന്ന്, അല്ലേ? അതിന്റെ കാരണം എന്നാ? ഈ വിലയേറിയ മുത്തിനെ കണ്ടതുകൊണ്ടാണ്. യേശു കർത്താവ്, ഹൗ പ്രഷ്യസ് ഇസ് ജീസസ് ടു യു? ചോദിക്കട്ടെ, ഹൗ പ്രഷ്യസ് ഇസ് ജീസസ് ടു യു? അവൻ 10,000-ങ്ങളിൽ സുന്ദരനാ, പ്രിയമുള്ളവരെ. ഹി ഈസ് ദ ഫെയറസ്റ്റ് ഓഫ് 10,000s. ഹി ഡിസേർവ്സ് മൈ ലൈഫ്, മൈ ലവ്, മൈ ഓൾ. എനിക്കുള്ള സകലതും അവൻ അർഹിക്കുന്നു, സകലതും. അതുകൊണ്ട് അത് വലിയ സാക്രിഫൈസ് ഒന്നുമല്ല. നമ്മുടെ ബിസം കട്ടക്കിലെ മിഷണറി ഡോക്ടർ ജോൺ ഉമ്മനാന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു, the first thing we have to sacrifice is our sense of sacrifice. The first thing we have to sacrifice is our sense of sacrifice. കാരണം ഈ വിലയേറിയ മുത്തിന്റെ മുമ്പിൽ എന്ത് സാക്രിഫൈസ് ആയി പറയുന്നത്? അതുകൊണ്ടാണ് ഈ വലിയ വില കൊടുത്തേച്ച് ഈ മിഷണറിമാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ഇതൊന്നും വലിയ വിഷയമില്ല. നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ, ഹോ, ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. അവർ പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അവസാനത്തെ 2, പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടികൂടുന്നതുമായ ഒരു വലിയ വലയോട് സന്ദർശനം. ദ പാരബിൾ ഓഫ് ദ നെറ്റ്. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നുകൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചു എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ പാരബിൾ ഓഫ് ദ നെറ്റ്, വലയുടെ ഉപമ. അപ്പോൾ കർത്താവ് പറയാ, ദൈവരാജ്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? വലിയ വലയാ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ വലയിടുമ്പോൾ വാരി വലയിടും. അപ്പം എല്ലാം വരും, അല്ലേ? സകല സാധനങ്ങളും വരും. എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രത്തിൽ വെച്ചുകൂട്ടി, ചീത്ത എറിഞ്ഞുകൊള്ളി. അപ്പോൾ എങ്ങനെയാണ് ദൈവരാജ്യം? നമ്മൾ വല ഇങ്ങനെ അങ്ങ് വീശുക. ആ വീശുമ്പോൾ ചിലത് നല്ലത് വരും, ചിലത് അത്ര നല്ലത് വരത്തില്ല. ഈ വല വീശുന്ന അടുക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ മീൻ വരും, അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പം പഴയ അതിനകത്ത് കിടന്ന ചില ഷൂ വരും, കളഞ്ഞ വേസ്റ്റ് വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പുളയൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വരും. എല്ലാ സാധനവും അതിനകത്ത് കയറും. അന്നൊരു അവസാനം എന്ത് ചെയ്യും? ആവശ്യമുള്ള നല്ല എല്ലാം ഒരു സൈഡ് വെക്കും, ബാക്കി എല്ലാം എടുത്ത് കളയും. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവരാജ്യം അങ്ങനെ. വല വീശുമ്പോൾ പല ഐറ്റം വരും, പല ഐറ്റം. അവസാന നാളിൽ നല്ലതിനെ മാറ്റി വെക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നമ്മളും വീശുമ്പോൾ വാരി വീശണം. ഇത് മാത്രമേ പിടിക്കാവൂ എന്ന് വെച്ച് വീശരുത്, എല്ലായിടത്തും വീശണം. എന്നോട് ആളുകൾ ചോദിക്കും, നിങ്ങൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ പറയുന്നത്, എവിടെ ആത്മാവുണ്ടോ അവിടെ ഫോക്കസാണ്. നമ്മൾ വല വീശുമ്പോൾ വാരി അങ്ങ് വീശുക. സ്കൂളിൽ വീശും, കോളേജിൽ വീശും, സീനിയർ സിറ്റിസൺസിൻ്റെ ഇടയ്ക്ക് വീശും, കൊച്ചു പിള്ളേരുടെ ഇടയ്ക്ക് വീശും, എല്ലായിടത്തും വീശും. വീശിക്കഴിഞ്ഞ് വല അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ അവസാനം എന്ത് സംഭവിക്കും? കർത്താവ് തന്നെ നല്ലതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും, ആവശ്യമില്ലാത്തതിനെ പുറത്തു വിടും. അത് എൻ്റെ ജോലിയല്ലല്ലോ, അത് കർത്താവിൻ്റെ ജോലിയാണ്. കർത്താവ് അത് ചെയ്തോളും. ഇറ്റ്സ് നോട്ട് മൈ ജോബ്. അവസാനം പറയുന്ന ഒരു ഉദാഹരണമാണ്, അത് ചിലർക്ക് കൺഫ്യൂസിങ് ആണ്. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും, ദിസ് ഇസ് ഫോർ ദ ടീച്ചർ, ദ സ്ക്രൈബ്, തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പറയുന്നു, മെച്യൂർ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മെച്യൂർ ഡിസൈപ്പിൾസ്? പഴയ നിയമത്തിൽ നിന്നുള്ള മുത്തുകളും പുതിയ നിയമത്തിലെ മുത്തുകളും ഒരുമിച്ച് വിളമ്പുവാൻ കഴിവുള്ള ആളാണ്
ഒരു മെച്വർ, ഒരു ശാസ്ത്രി എന്ന് പറയുന്നത്. ചിലർ വന്ന് പറയും പഴയ നിയമം നമുക്ക് വേണ്ട, പഴയതൊന്നും വേണ്ട, എല്ലാം പുതിയത് മതി, അല്ലേ? പ്രിയമുള്ളവരെ, മഹാമണ്ടത്തരം. നമുക്ക് പഴയ പാട്ടൊന്നും വേണ്ട, പഴയ പാട്ടിനെ കളിയാക്കും, പുതിയത് മാത്രം മതി. മഹാമണ്ടത്തരമാണ്. പഴയ നിയമത്തിൽ നിന്ന് എന്തിനാ പ്രസംഗിക്കുന്നത്? പുതിയ നിയമം മാത്രം പോരെ? മഹാമണ്ടത്തരം. എബ്രായ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി, പഴയ നിയമത്തിലെ മുത്തുകൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്കത് മനസ്സിലായെന്നുള്ളത്. അതുകൊണ്ട് ഒരു ശാസ്ത്രി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയിലേക്ക് കയറുമ്പോൾ അവൻ പഴയതും ഉപയോഗിക്കും, പുതിയതും ഉപയോഗിക്കും. ആട്ടെ, അവസാനം ഇതും കൂടെ പറഞ്ഞു നിർത്താം, നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചു, സോറി. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. പിതൃനഗരത്തിൽ വന്ന് ഫൈനലി തിരിച്ചു വരികയാണ്. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? അവൻ തച്ചൻ്റെ മകനല്ലയോ? അവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവർ അല്ലയോ? അവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. അവസാനം യേശു കർത്താവ് സ്വന്തം നഗരത്തിൽ പോവാ. സ്വന്തം സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരാരും അവനിൽ വിശ്വസിച്ചില്ല. സി, ദ ഫെമിലിയർ വിൽ ബ്രീഡ് അൺബിലീഫ്. ദ ഫെമിലിയർ വിൽ ബ്രീഡ് അൺബിലീഫ്. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പ്രീച്ചറിനെ നമ്മൾ കേൾക്കാൻ പുള്ളി വീട്ടിൻ്റെ അകത്ത് കാണും, നമ്മൾ കേൾക്കാൻ പോകത്തില്ല. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അപ്പുറത്ത് പോകും. എന്തിനാണെന്നറിയോ? അവിടെ കേൾക്കാൻ. നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം എന്നാ? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് അൺബിലീഫ്. അതെന്തുവായിക്കൊള്ളട്ടെ, അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, അടുത്തുള്ളവരുടെയും നമ്മളൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സില്ല. നമുക്ക് വേറെ ദൂരത്ത് നിന്നുള്ള സാധനമൊക്കെ ആണെങ്കിലേ വിലയുള്ളൂ. പക്ഷേ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ആകരുത് കേട്ടോ. ഫെമിലിയാരിറ്റി ഷുഡ് നോട്ട് ലീഡ് ടു, എനിക്ക് കർത്താവിനെ കുറിച്ച് അറിയാം, എനിക്ക് വചനം അറിയാം, ഞാൻ കുഞ്ഞിലേ മുതൽ കേൾക്കുന്നതല്ലേ, ഇതൊക്കെ എനിക്കറിയാം. എനിക്കറിയാത്ത എന്താ? അവർ നോക്കിയപ്പോൾ എന്താ? ഹി ഹാഡ് എൻ ഓർഡിനറി ഫാമിലി, അല്ലേ? ഓർഡിനറി ബാക്ക്ഗ്രൗണ്ട്. മറിയയുടെ മകനല്ലേ? നമ്മുടെ മറിയ ഏതാ? അപ്പുറത്തെ വീട്ടിലെ മറിയ. തച്ചൻ്റെ മോനല്ലേ? ഇപ്പുറത്തെ തച്ചൻ്റെ മോനല്ലേ? ഫെമിലിയാരിറ്റി. And they fail to see his divine identity. അത് വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഫെമിലിയാരിറ്റി ഷുഡ് നോട്ട് ലീഡ് ടു അൺബിലീഫ്. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഓൾവേസ് ഫിൽ മീ വിത്ത് എ സെൻസ് ഓഫ് ഓ ആൻഡ് വണ്ടർ. അല്ലേ? ആ അതിശയകരമായ ഒരു ഓ ആൻഡ് വണ്ടർ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അങ്ങ് അനുവദിക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഞാനൊരു കാര്യം പറയാം. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇവൻ തച്ചൻ്റെ മകൻ അല്ലയോ? അവൻ്റെ അമ്മ മറിയ അല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് യോസേഫിൽ നിന്നും മറിയയിൽ നിന്നും മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നു എന്നുള്ളത് ദൈവവചനം വ്യക്തമായി, ഇതിൽ കൂടുതൽ വ്യക്തമായിട്ടൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇമാക്കുലറ്റ് എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം അത് ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നിട്ട് അവസാനം എന്തോ പറയുന്നത്? അവങ്കിൽ ഇടറിപ്പോയെന്നാണ് പറയുന്നത്. സി, ക്യാൻ യു ഇമാജിൻ? നല്ലതല്ലാതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. രോഗികളെ സൗഖ്യമാക്കി, വിശന്നവർക്ക് വേണ്ടി ആഹാരം കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുക അവങ്കിൽ ഇടറിപ്പോയി. ദേ ടുക്ക് ഒഫൻസ് അറ്റ് ഹിം. വൈ? എന്തുകൊണ്ടാ? ബിക്കോസ് ജീസസ് ഡിഡ് നോട്ട് ഫിറ്റ് ദെയർ എക്സ്പെക്ടേഷൻസ്. എനിക്ക് കർത്താവിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ദൈവം ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒഫൻഡഡ് ആകാൻ സാധ്യതയുണ്ട്. പലരും ഇന്ന് യേശു കർത്താവിൻ്റെ ഇടയ്ക്കിൽ ഒഫൻഡഡ് ആകുന്നതിൻ്റെ കാരണം എന്നാ? ഞാൻ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിത് വേണമായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല, സോ ഐ എം ഒഫൻഡഡ്. അവങ്കിലേക്ക് ഇടറിപ്പോയി. എൻ്റെ എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യാനല്ല കർത്താവ് വന്നത്. കർത്താവ് തൻ്റെ രാജ്യത്വം എൻ്റെ ജീവിതത്തിൽ സ്ഥാപിക്കാനാണ് വന്നത്. ഹീ കെയിം ടു ബിക്കം ലോർഡ് ഓഫ് മൈ ലൈഫ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അജണ്ടയും അവൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? അവങ്കൽ ഇടറി. ഇന്നും അനേകർ അവങ്കൽ ഇടറിപ്പോകുന്നു. കാരണം their expectations are not matching with the Messiah. പിന്നെ അവസാനം പറയുന്നു, അവൻ ആ ദേശത്ത് അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ അവൻ ചെയ്തില്ല.
ദൈവത്തിൻ്റെ ശക്തിയെ തടുക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ അവിശ്വാസം. കർത്താവ്, ഈ ദേശത്തൊരു ഉണർവിനെ അങ്ങ് കൊണ്ടുവരണമേ. കർത്താവ് ചെയ്യാൻ മതിയായവനാണ്, കർത്താവ് ചെയ്യാൻ ശക്തനാണ്. അതിനെ തടയുന്നത് എൻ്റെ അവിശ്വാസം, മൈ അൺബിലീഫ്. ഞാൻ ഈയിടെ ഒരു സഹോദരനോട് പറഞ്ഞു, നോർത്ത് കേരള എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് റീച്ച് ഔട്ട് ചെയ്യണം. കാരണം നോർത്ത് കേരളയിൽ അധികം മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആ സൈഡിലൊക്കെ ഒന്ന് ശുശ്രൂഷിക്കണമെന്നുണ്ട്. ഒറ്റയടിക്ക്, എൻ്റെ ബ്രദറെ, ഇവിടെ എങ്ങും ആരും കൂടത്തില്ല ബ്രദറെ, ഇവിടെ മീറ്റിംഗ് വെച്ച് ആരും വരത്തില്ല ബ്രദറെ. എടാ, ഇങ്ങനെ പോയി മീറ്റിംഗ് വെച്ചാൽ വല്ലതും നടക്കൂ? അവരുടെ അവിശ്വാസ നിമിത്തം കർത്താവ് ഒന്നും ചെയ്തില്ല. അല്ല, അതിൻ്റെ പുറകെ നമ്മൾ പറയാം, കർത്താവേ, ഈ സ്ഥലത്തോട് ഉണർവിനെ കൊണ്ടുവരണം, നിന്റെ സുവിശേഷം ഇവിടെ എല്ലാവരുടെ ഹൃദയങ്ങളെ തുളച്ചു കയറണം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നീ അതിശയം പ്രവർത്തിക്കണമേ. പ്രവർത്തിച്ചു നോക്കി, ദൈവത്തിൻ്റെ ശക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇറാനിൽ യാതൊരു ക്രൈസ്തവ പാരമ്പര്യമില്ലാത്ത ഇറാനിൽ ഇത്ര ശക്തമായി ദൈവരാജ്യം വളരുന്നെങ്കിൽ എന്തുകൊണ്ട് നോർത്ത് കേരളയിൽ ബുദ്ധിമുട്ട്? യാതൊരു പ്രയാസവുമില്ല. എൻ്റെ കർത്താവിനാൽ അസാധ്യമായത് ഒന്നുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ 8 ഉപമകളിൽ നമ്മൾ പഠിക്കുന്നത്? അത് മാത്രം പറഞ്ഞ് അങ്ങ് നിർത്താം, കാരണം ഒരുപാട് സമയമായി. 1, ദ കിങ്ഡം മസ്റ്റ് ബി പേഴ്സണലി അപ്രോപ്രിയേറ്റഡ്. ഉപമകൾ കർത്താവ് പറയുമ്പോൾ വിതയ്ക്കുന്നവൻ്റെ വിത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ, ദൈവരാജ്യം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായി എൻ്റെയും ജീവിതത്തിൽ അന്വർത്ഥമാകണം. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് യൂണിവേഴ്സലി ഡൺ. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് അന്വർത്ഥമാകണം. 2, ദൈവരാജ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈസ്ലെസ്. ദ കിങ്ഡം ഇസ് പ്രൈസ്ലെസ്. ഇതിനൊരു വിലയിടാനൊക്കത്തില്ല. ഏത് മുത്തിനേക്കാൾ വിലയേറിയതാണ് ദൈവരാജ്യം. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ അവനുള്ളതെല്ലാം വിറ്റ് ഇതിൻ്റെ പിറകിൽ പോകും. 3, ദ കിങ്ഡം ഇസ് നോട്ട് സൂപ്പർഫിഷ്യലി വിസിബിൾ. എൻ്റെ കണ്ണിന് കാണാവുന്ന വിധത്തിലല്ല ദൈവരാജ്യം ഈ ലോകത്ത് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ന്യൂസ് വായിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു വലിയ, അങ്ങനല്ല. ഈ ലോകത്തിൻ്റെ പ്രഭു ഈ ന്യൂസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ദൈവരാജ്യം മറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഇറ്റ് ഈസ് ഹിഡൻ. 4, ദ കിങ്ഡം ഇസ് ദ സോഴ്സ് ഓഫ് ട്രൂ ജോയ്. നമ്മൾ വായിച്ചു വരുമ്പോഴേ തനിക്കുള്ളതെല്ലാം സന്തോഷത്തോടെ വിറ്റെന്നാണ് പറയുന്നത്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. അയ്യോ കർത്താവേ, ഇനി ഉള്ളതൂടെ പോവാണേന്ന് പറഞ്ഞല്ല വിറ്റത്, പിന്നെയോ സന്തോഷത്തോടെ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നതാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ സ്ഥലം. 5, ദ കിങ്ഡം മേ ബി എൻറ്റേർഡ് ഫ്രം ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസ്. അല്ലേ? പല മുഖാന്തരങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിലൂടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി വൺ വേ ടു ഹെവൻ ആൻഡ് ദാറ്റ് ഇസ് ക്രൈസ്റ്റ്. അല്ലേ? സ്വർഗരാജ്യത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും പ്രവേശനം ഒറ്റ വഴി, അത് ക്രിസ്തു യേശു. എന്നാൽ ക്രിസ്തു യേശുവെങ്കിലേക്ക് വരുന്ന വഴികൾ പലതായിരിക്കാം. ചിലപ്പോൾ ഒരു സ്നേഹിതനിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ദർശനത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു രോഗത്തിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സൗഖ്യത്തിലൂടെ ആയിരിക്കാം. ദ വേ ഇൻ വിച്ച് യു എൻറ്റർ ദ കിങ്ഡം മൈറ്റ് ബി ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ്. ഫൈനലി, ദ കിങ്ഡം ഇസ് മെയ്ഡ് പേഴ്സണൽ ബൈ എ ട്രാൻസാക്ഷൻ. തനിക്കുള്ളത് കൊടുത്തിട്ട് അത് വാങ്ങി, തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വിലയേറിയ മുത്തിനെ. ദർ ഇസ് ഓൾവേസ് എ ട്രാൻസാക്ഷൻ, എ പേഴ്സണൽ ട്രാൻസാക്ഷൻ ഫോർ ദ കിങ്ഡം ടു ബിക്കം പേഴ്സണൽ. എൻ്റെ ജീവിതത്തിൽ ഇത് അന്വർത്ഥമാകണമെങ്കിൽ, കർത്താവ് ഏറ്റവും വിലയേറിയ മുത്താണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകണമെങ്കിൽ ചിലതൊക്കെ ട്രേഡ് ഓഫ് ചെയ്യാൻ ഞാൻ തയ്യാറാകുമ്പോഴാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഉപമകളിലൂടെ ഇത് നമ്മുടെ വ്യക്തിപരമായ ചിന്തയിൽ, ജീവിതത്തിൽ അത് അന്വർത്ഥമാകണം. ഇത് വിലയേറിയതാണ്, ഇതിനൊരു വില പറയാൻ നമുക്ക് സാധിക്കത്തില്ല, ഇത് മറഞ്ഞിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് സൂപ്പർഫിഷ്യലി വിസിബിൾ. സന്തോഷത്തിൻ്റെ സ്ഥലമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം പല മാർഗങ്ങളിലൂടെ, ക്രിസ്തുയേശു എന്ന വാതിൽ മാത്രം, അതിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതെൻ്റെയും ജീവിതത്തിൽ എനിക്കതൊന്ന് പേഴ്സണലൈസ് ചെയ്യണമെങ്കിൽ ദെയർ ഷുഡ് ബി എ ട്രാൻസാക്ഷൻ. അല്ലേ? ആ ട്രാൻസാക്ഷനിലൂടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് അന്വർത്ഥമാകുന്നത്. അതുകൊണ്ട് 8 ഉപമകൾ നമ്മൾ സൂപ്പർസോണിക് സ്പീഡിൽ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഒരുപാട് ധ്യാനിക്കാനൊന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു. ക്വിക്ക്ലി നമ്മളത് അത് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക, ദൈവരാജ്യം എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ മെയിൻ പോയിന്റ്.
ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. കർത്താവിന്റെ അജണ്ട എന്തുവായിരുന്നു? ഹി ഹാഡ് ഓൺലി വൺ അജണ്ട. എന്തുവായിരുന്നു? ദൈവരാജ്യം, അല്ലേ? ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ അജണ്ട എന്തായിരിക്കണം? ദ കിങ്ഡം ഓഫ് ഗോഡ്. എൻ്റെ രാജ്യമല്ല, ദൈവരാജ്യം. അതായിരിക്കണം നമ്മുടെ അജണ്ട, നമ്മുടെ ഓരോരുത്തരുടെയും അജണ്ട. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് പറഞ്ഞത്. ലോർഡ് ലെറ്റ് യുവർ കിങ്ഡം ആസ് ഇറ്റ് ഇസ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ എങ്ങനെയാണ്? കർത്താവിൻ്റെ ഹിതം നടക്കുന്നു, കർത്താവിൻ്റെ ഇഷ്ടം നടക്കുന്നു. കർത്താവ് ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ ദൂതൻ എഴുന്നേറ്റ് നിന്ന് കർത്താവെ അങ്ങനെ വേണ്ട, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് ചർച്ച ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന്. അങ്ങനല്ല. കർത്താവ് അരുളി ചെയ്യുന്നു, അതുപോലെ നടക്കുന്നു. അത് ലോകത്തിൽ അങ്ങനല്ല. ദോ ഗോഡ് ഇസ് സോവറൻ ഓവർ ദി അഫയേഴ്സ് ഓഫ് മാൻ. ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് ശത്രു, പിശാച. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആയിപ്പോരുത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാണെന്നുള്ളത് ഓർത്തുകൊണ്ട് കർത്താവെ നിന്റെ രാജ്യം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഉപമകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. അതിലൂടെ ദൈവം നമുക്ക് ചില പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അനേക വാക്യങ്ങളിലൂടെ പെട്ടെന്ന് സഞ്ചരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഈ വലിയ നിധി എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. അതുമാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ കർത്താവെ. അങ്ങ് അത് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇതൊക്കെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. എല്ലാം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.